റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലു സ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ. تبارك من شكر الورى عنه يقصر لكونه أيادي جوده ليس تحصر وشاكرها يحتاج شكرا لشكرها كذلك شكر الشكر يحتاج يشكر ففي كل شكر نعمة بعد نعمة بغير تناه دونها الشكر يصغر فمن قام يقضي حق واجب شكرها تحمل ضمن الشكر ما هو أكبر فسبحان من لا قط يبلغ مدؤه بليغ ومن عنه الثناء متعذر ففي الفعل فضل عن جميل صفاته وعن ذاته كل البرايا تحيروا हमदे जनाबे बारी रखो ज़बान पर जारी वो खालिक़े जहां है वो राज़िक़े जहां है सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम اللهم صل على محمد يا ربي صل عليه وسلم. സമാധരണീയരായ വേദിയിൽ ഉപവിട്ടരായ യമാനിയ തൂവക്കുന്ന് എന്ന ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഈ സ്ഥാപനത്തിന്റെ സമാധാനായ പ്രസിഡന്റ്, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സമാധാനനായ ജനറൽ സെക്രട്ടറി, നമ്മുടെ സ്ഥാപനത്തിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ഏറെ താങ്ങും തണലുമായി വർത്തിക്കുന്ന യമാനിയയുടെ കമ്മിറ്റി ഭാരവാഹികളെ, ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഈ സ്ഥാപനത്തിലെ സമുന്നതരായ ഉസ്താദുമാരെ, നാളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കാവൽക്കാരായി നിലകൊള്ളേണ്ട, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വിദ്യ പകർന്നെടുത്തുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളായ സഹോദരങ്ങളെ, എല്ലാ വർഷവും ഈ ക്യാമ്പസിൽ നടക്കുന്ന മതവിജ്ഞാന സദസ്സിനെ ധന്യമാക്കാൻ ഒരാഘോഷമെന്നോണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ ഉപജീവനം തേടിപ്പോയ നാട്ടിൽ നിന്ന് വരെ തിരിച്ചുവന്ന് ഓരോ വർഷവും തങ്ങളുടെ ലീവ് യമാനിയയിൽ നടക്കുന്ന വഅദിന് അനുസൃതമായി ചിട്ടപ്പെടുത്തി യമാനിയ എന്ന ഈ സ്ഥാപനത്തിന് നെഞ്ചിലേറ്റി വളർത്തുന്നതിൽ കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികളായ ഈ നാട്ടിലെ നല്ലവരായ സഹോദരങ്ങളെ, യമാനിയയുടെ ഈ ക്യാമ്പസിൽ നിന്നുള്ള എല്ലാ ആഹ്വാനങ്ങളും ഹൃദയത്തിൽ തട്ടി ഏറ്റെടുത്ത് എല്ലാ വർഷവും ഈ സംരംഭത്തെ വിജയിപ്പിക്കാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന, സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കുന്ന ആദരണീയരായ ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും നല്ലവരായ ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അർഹമുർറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കി കൊടുത്ത പരിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനമായ ഒരു സൂറത്താണ് ഈ വർഷം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ആമുഖമായി 1-2 കാര്യങ്ങൾ പറഞ്ഞു നേരെ നമ്മൾ ആ സൂറയിലേക്ക് കടക്കുകയാണ്. ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കുന്നില്ല, കളയുന്നില്ല. മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുകയും ചെയ്യുന്നില്ല. നേരെ നമ്മൾ ഈ സൂറയുടെ ചർച്ചയിലേക്ക് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ചു തരുമാറാകട്ടെ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്നൊരു സഹോദരൻ ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് സ്വാഗത ഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സഹോദരന്റെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, നിന്റെ സവിധത്തിലേക്ക് അണിഞ്ഞവരോട് നീ കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ സവിധത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ ജീവിതത്തിൽ എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണെങ്കിലും അതൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. എല്ലാവരും റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ്. ദോഷം ചെയ്തവനും ചെയ്യാത്തവനും, നന്മ ചെയ്തവനും ചെയ്യാത്തവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തിന് കീഴിൽ ഒത്തുചേർന്നവരാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനം തന്നെ കാണാൻ കഴിയും. പരിശുദ്ധമായ ഖിബലയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കുന്നവരാണോ? അവരുടെ കാര്യങ്ങളിലൊന്നും നിങ്ങൾ അഗാധമായി ഇടപെടരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾ കാണാൻ കഴിയും. അർഹമുർ-റാഹിമീനായ റബ്ബേ, ഏത് രാജ്യത്താണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും അർഹമുർ-റാഹിമീനായ അല്ലാഹുവേ, സംഘർഷഭരിതമായ സംഘർഷങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ വരെയുണ്ട്. ലോകത്തെവിടെ ഞങ്ങളുടെ സഹോദരങ്ങൾ മരിച്ചു വീണിട്ടുണ്ടെങ്കിലും അവരോടൊക്കെ നീ കരുണ ചെയ്യണേ റബ്ബേ. അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, മഹ്ശറയിലെത്തുമ്പോൾ അവരെല്ലാം നിന്റെ ഹബീബിന്റെ ഉമ്മത്ത് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്ത് എന്ന പേരിലാണല്ലോ റബ്ബേ അറിയപ്പെടുന്നത്. നീ അവരോടൊക്കെ കരുണ ചെയ്യണേ അല്ലാ. അവരുടെ ഖബറിടങ്ങളൊക്കെ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. അർഹമുർ-റാഹിമീനായ റബ്ബ് നമ്മെ ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ, സൂറത്തുൽ ളുഹ എന്ന് പറയുന്ന നീ നിന്റെ ഹബീബിന് ഇറക്കി കൊടുത്ത അതിപ്രധാനമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്യാനൊരുങ്ങുന്നത്. അല്ലാഹുവേ, ചർച്ച ചെയ്യാൻ മുതിരുന്നവൻ അല്ലാഹുവേ അതിന് യോഗ്യനാണെന്ന അഭിപ്രായമില്ല. അർഹമുർ-റാഹിമീനായ റബ്ബേ, എത്തിപ്പിടിക്കാൻ കഴിയാവുന്നിടത്തോളം പണ്ഡിതന്മാർ അവരെഴുതി വച്ചിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ പഠിച്ചും ശ്രദ്ധിച്ചും ഒരു ചെറിയ രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുകയാണ്. അല്ലാഹുവേ, നിന്റെ പരിശുദ്ധമായ വചനങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് ഏറ്റവും ബലഹീനനായ ഒരാളാണ്. റഹ്മാനായ അല്ലാഹ്, വല്ല അപാകതകളും വന്നു പോകുന്നുവെങ്കിൽ നീ പുറത്തു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ സൂറത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹുവേ, ഈ സദസ്സിൽ ആരൊക്കെ വന്നിരുന്നിട്ടുണ്ടോ അവരുടെ മാനസികമായ എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. ശാരീരികമായ രോഗങ്ങൾ സുഖപ്പെടാൻ ഈ സൂറത്ത് നീ കാരണമാക്കണേ അല്ലാഹ്. ഈ സൂറത്തിന്റെ ചർച്ചകൾ നീ കാരണമാക്കണേ അല്ലാഹ്. ഇതിലൂടെ നീ എന്തെല്ലാം ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടോ അതൊക്കെ അക്ഷരം പറയും ഉൾക്കൊള്ളാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നേരെ നമ്മൾ സൂറത്തിന്റെ ചർച്ചയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ തമ്മിൽ പിന്നെ ആമുഖത്തിന്റെയോ പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, നേരെ ചർച്ചയിലേക്ക് കിടക്കും. സൂറത്തുൽ ളുഹ, ഇതാണ് നമ്മുടെ വിഷയം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് നിങ്ങളോട് പറയുകയാണ്. അത് വളരെ ഗൗരവത്തോടെയാണ് ഞാൻ പറയുന്നത്. എന്നെ ഏറെ ചിന്താ നിർവഗ്നാക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ അതിപ്രധാനമായ ഒരു അധ്യായമാണ് സൂറത്തുൽ ളുഹ. സൂറത്തുൽ ളുഹയുടെ ഒരു പേര് സൂറത്ത് മുഹമ്മദ് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് ഈ സൂറത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രതിപാദനമാണ് ഈ സൂറത്ത് മുഴുവനായും അതാണുള്ളത്. ഈ സൂറത്തിലെ ഓരോ ആയത്തുകളും അള്ളാഹുവിന്റെ വചനങ്ങളാണ്.
പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അള്ളാഹു അത് മഹാനായി ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് ഇറക്കി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് കൈമാറി. അള്ളാഹുവിന്റെ ഹബീബ് നമ്മളിലേക്ക് എത്തിച്ചു തന്നു. ഇതിലെ ഓരോ ആയത്തിലും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരാളല്ല നിങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്നത്. ഈ കാര്യം ഞാൻ ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്തുക. എന്തുകൊണ്ട് ഈ സൂറത്ത് നമ്മൾ ചർച്ച ചെയ്തു പോയാൽ നിങ്ങൾക്ക് തോന്നരുത് ഇത് ചർച്ച ചെയ്യുന്ന ആൾ ഏറ്റവും ബലഹീനനും അറിവ് കുറഞ്ഞ ആളുമായതുകൊണ്ട് തന്നെ ഈ സൂറത്തിന്റെ ആശയങ്ങളും ഉദ്ദേശങ്ങളും ഞാൻ ഈ 2-3 ദിവസം കൊണ്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്ന് ആമുഖമായി എന്റെ സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാരഥന്മാരായ കഴിഞ്ഞുപോയ ആലിമിങ്ങൾ, ലോകവിശ്രുതരായ പണ്ഡിതന്മാർ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാരായിരുന്നു ഈ വിഷയത്തിന്റെ ചർച്ചക്കായി നമ്മളിലേക്ക് കടന്നു വന്നിരുന്നതെങ്കിൽ നമുക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുമായിരുന്നു. ആലിമീങ്ങളുടെ മരണം മൗത്തുൽ ആലിം, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം. പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചതും അതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങളോട് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 ദിവസം നിങ്ങൾ ചർച്ച കേട്ടാൽ സൂറത്തുൽ ദുഹ എത്രയേ ഉള്ളൂ എന്ന് തോന്നരുത്. ചർച്ച ചെയ്യുന്നവന്റെ വിജ്ഞാനത്തിന്റെ പരിധിയാണ് ഈ സൂറത്തിന്റെ ചർച്ചയുടെ വിശാലതയ്ക്ക് തടസ്സം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 3 ദിവസവും നമ്മൾ ചെയ്യുന്നത് ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരു ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ്. ആ ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കുകയും അള്ളാഹു എന്തൊക്കെ കാര്യം നമ്മളോട് പറഞ്ഞോ അതൊക്കെ ഇന്നു മുതൽ അക്ഷരം പ്രതി പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനിക്കുകയും ചെയ്യണം. അങ്ങനെയാവണം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത്. നമുക്കറിയാത്ത കാര്യം നമുക്ക് പറഞ്ഞു തന്നത് പ്രപഞ്ചനാഥനായ റബ്ബാണ്. അത് പരിശുദ്ധമായ ഖുർആനിലൂടെ 6236 ആയത്തുകളിലൂടെ അള്ളാഹു ലോകത്തോട് പറഞ്ഞു തന്നത് ലോകം മനസ്സിലാക്കേണ്ട അതിപ്രധാനമായ കാര്യങ്ങളാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലാത്തത് മുത്തുനബിയിലൂടെ പഠിപ്പിച്ചു തന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധമായ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഖുർആനിനെ വ്യാഖ്യാനിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കലാണ്. ഹബീബായ നബിയേ, അങ്ങളിൽ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി എന്ന് ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ ഈ ആയത്തിനോടനുബന്ധമായി ഹദീസുകൾ നമ്മൾ പറയും. അതൊക്കെ ഇതിന്റെ ചർച്ചയിലും ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നതാണ്. അപ്പൊ നേരെ നമ്മൾ സൂറത്തിലേക്ക് കിടക്കുകയാണ്. ഈ 2 കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് ആമുഖമായി ഈ കാര്യം നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഇനി ഈ സൂറത്തിൽ അല്ലാഹു എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മെ പഠിപ്പിച്ചത്? ഒരു ചെറിയ ചർച്ച. ഇന്നതിന്റെ ആമുഖമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നാളെ നമ്മൾ അതിന്റെ ബാക്കി പറയും. പക്ഷേ നാളത്തെ വിഷയത്തിന് നമ്മൾ നാളത്തെ ചർച്ചയുടെ പ്രധാനമായ ഭാഗം, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രധാന ഭാഗം എന്ന നിലയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കുന്നുണ്ട്. സാധാരണ ആളുകൾ വിഷയം നോക്കിയിട്ടാണ് വരിക. അവിടെ നമ്മൾ നാളത്തെ വിഷയത്തിന് ഒരു തലക്കെട്ട് കൊടുക്കുന്നത് അനാഥൻ സനാഥനാണ് എന്നാണ്. അനാഥൻ സനാഥനാണ്. മറ്റന്നാളും ആ ചർച്ച വീണ്ടും നീണ്ടുപോകുന്നു. ആ ഭാഗത്ത് വരുന്ന പ്രധാനമായ ചർച്ചയിൽ ഒരു ചർച്ചയുടെ തലക്കെട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാനശീലം, നല്ല ശീലം. ഇങ്ങനെ 3 ദിവസങ്ങളിലായി 3 തലക്കെട്ടുകൾക്ക് പ്രാധാന്യം കൊടുത്താണ് നമ്മൾ ഈ വിഷയത്തിന്റെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും ഒന്ന് സൂറത്തുൽ ദുഹ എന്റെ കൂടെ ഓതണം. നേരെ നമ്മൾ കിടക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താണ്. 10 മണിക്കപ്പുറം 1 മിനിറ്റ് പോലും വയൽ ഉണ്ടാവില്ല. ഇന്നും ഉണ്ടാവില്ല, നാളെ ഉണ്ടാവില്ല, മറ്റന്നാളും ഉണ്ടാവില്ല. ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, ഈ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം
ഉമ്മ എന്നോട് പറഞ്ഞു, വയലൊക്കെ നീ നിർത്തിക്കണം എന്ന് പറഞ്ഞു. നിന്റെ ആരോഗ്യമൊക്കെ കണ്ടിട്ട് എനിക്ക് വലിയ ടെൻഷനാവുന്നുണ്ട്. ഏതൊരു ഉമ്മാക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ പഠിച്ചത് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ എന്നോട് പറഞ്ഞു, എന്നാ പിന്നെ നീ പാതിരിക്ക് വയല് പറയാൻ പാടില്ല, 10 മണിക്ക് വയല് നിർത്തണം, 10 മണിക്ക് വയല് നിർത്തണം എന്ന് പറഞ്ഞു. ആ കണ്ടീഷനിലാണ് അപ്പൊ പോകുന്നത്. അതുകൊണ്ട് 10 മണിക്കപ്പുറത്തേക്ക് ഒരു മിനിറ്റ് പോലും വയല് പറയില്ല. ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അപ്പൊ നിങ്ങൾ 6 മണിക്ക് തുടങ്ങിയാൽ 10 മണി വരെ പറയും, 7 മണിക്ക് തുടങ്ങിയാൽ 10 മണി വരെ പറയും, 9:30 തുടങ്ങിയാലും 10 മണി വരെ പറയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യട്ടെ. ഒരു സെക്കൻഡും വയല് 10 മണിക്കപ്പുറത്തേക്ക് നീണ്ടുപോകില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നാളെ നേരത്തെ വരണം. സ്റ്റേജിൽ കയറി ഫാത്തിഹ വിളിച്ച് ബിസ്മി അംദും ചൊല്ലുക, പിന്നെ വേഗം ബാക്കി വിഷയം പറയുക ചെയ്യാം. ഉള്ള സമയം മുഴുവൻ വിഷയത്തിന്റെ ചർച്ചയ്ക്ക് നമ്മൾ ഉപയോഗപ്പെടുത്തും. ഈ സൂറത്തിൽ അള്ളാഹു എന്തൊക്കെ നമ്മളോട് പറഞ്ഞു എന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. എല്ലാവരും അള്ളാഹുവിനെ മാത്രം മനസ്സിലൊന്ന് ഓർമ്മിച്ച് സൂറത്തുൽ ളുഹ ഓതണം. അള്ളാഹുവിന്റെ വചനമാണ് നമ്മൾ ഓതുന്നത് എന്ന് നമ്മൾ ശരിക്കും ഓർത്തിട്ട് വേണം ഓതാൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ അല്ലേ? ഈ തബല, ഈണം, മറ്റേ എന്തൊക്കെ പറയില്ല ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളുകൾ നീട്ടുന്നത്, അതേപോലെ മദ് ശബ്ദവും ഒക്കെ ശരിയാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല പ്രോഗ്രാമുകളും ടി വിയിൽ ഉണ്ടാവാറുണ്ടല്ലോ. ഇത് അല്ലാഹുവിന്റെ വചനമാണ്. ഇതാണ് നമ്മൾ ഏറ്റവും ശരിപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഓതുക. വേഗം വിഷയത്തിലേക്ക് കടക്കും. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സൂറത്തുൽ ളുഹ. സൂറ എന്നതിന് നമ്മൾ സാധാരണ പറയാറുള്ള വ്യാഖ്യാനം അധ്യായം എന്നാണ്. അതിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. കാരണം ഖുർആന്റെ ആദ്യ ഭാഗം മുതലല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ളുഹ സൂറത്ത് എന്നാണ് ഈ സൂറത്തിന് അല്ലാഹു പേര് നൽകിയിരിക്കുന്നത്. ആ പേരിനു കാരണം ഈ സൂറത്തിന്റെ തുടക്കം തന്നെ വല്ളുഹ എന്നാണ്. വല്ളുഹ വല്ലൈലി ഇദാ സജാ. ഈ സൂറത്ത് മുതൽ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരുപക്ഷേ ജീവിതത്തിൽ നിങ്ങൾ ഈ കേൾക്കുന്ന സംഗതി ആദ്യം കേൾക്കുന്ന സംഗതിയാവാൻ സാധ്യതയുണ്ട്. ഈ സൂറത്ത് മുതൽ താഴേക്കുള്ള മുഴുവൻ സൂറത്തുകൾ പാരായണം ചെയ്യുമ്പോഴും സൂറത്ത് അവസാനിക്കുമ്പോൾ അടുത്ത സൂറത്ത് ആരംഭിക്കുന്നതിന് മുമ്പായി തക്ബീറു ചൊല്ലൽ സുന്നത്താണ്. ഉദാഹരണം, وَلَلْآخِرَةُ خَيْرٌ لَكَ مِنَ الْأُولَى وَلَسَوْفَ يُعْطِيكَ رَبُّكَ فَتَرْضَى أَلَمْ يَجِدْكَ يَتِيمًا فَآوَى وَوَجَدَكَ ضَالًّا فَهَدَى وَوَجَدَكَ عَائِلًا فَأَغْنَى فَأَمَّا الْيَتِيمَ فَلَا تَقْهَرْ وَأَمَّا السَّائِلَ فَلَا تَنْهَرْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. الله أكبر. لا إله إلا الله. الله أكبر. بسم الله الرحمن الرحيم. ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك. ഇങ്ങനെ തുടങ്ങിയിട്ട് ആ സൂറത്ത് അവസാനിക്കുന്നതോടുകൂടെ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. എന്നിട്ട് പിന്നെ അടുത്ത സൂറത്ത്. ഇങ്ങനെ ഈ സൂറത്തിന് താഴെയുള്ള എല്ലാ സൂറത്തുകളും ഓതിക്കഴിയുമ്പോൾ തക്ബീറു ചൊല്ലൽ സുന്നത്താണ്. മഹാനായ അബുൽ ഹസൻ അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഖിറാഅത്തിലെ ഒരു ഇമാമാണ്.
അതായത് പരിശുദ്ധ ഖുർആൻ പാരായണ ശാസ്ത്രത്തിന്റെ ഇമാമാണ് മഹാനവർകൾ പറയുകയാണ്, ഖറഅതു അലാ ഇക്രിമത്ത് ഇബ്നു സുലൈമാൻ, ഇക്രിമ റളിയല്ലാഹു അൻഹുവിന് ഞാൻ വല്ലുഹ മുതലുള്ള സൂറത്ത് ഓതിക്കൊടുത്തു. വഅഖ്ബറനി, വല്ലുഹ സൂറത്ത് ഞാൻ അദ്ദേഹത്തിന് ഓതിക്കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്നഹു ഖറഅ അലാ ഇസ്മാഈൽ ഇബ്നു ഖുസ്തൻതീൻ, ഇസ്മാഈൽ ഇബ്നു ഖുസ്തൻതീൻ എന്ന് പറയുന്ന മഹാന് സൂറത്തുൽ ളുഹ മഹാനവർകൾ ഓതിക്കൊടുത്തു. ശിബിൽ ഇബ്നു അബ്ബാദ് റളിയല്ലാഹു അൻഹുവിനും ഫലമ്മാ ബലഗതു വല്ലുഹ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖുർആൻ മുഫസ്സിർ പണ്ഡിതനാണ്, ഖുർആൻ മുഫസ്സിരീങ്ങളിൽ അറിയപ്പെട്ട മഹാനാണ്. മഹാനവർകൾ പറയുന്നു, ഫലമ്മാ ബലഗതു വല്ലുഹ, ഞാൻ ഈ രണ്ട് മഹാന്മാർക്കും പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുമ്പോൾ സൂറത്തുൽ ളുഹയുടെ അടുത്ത് ഞാൻ എത്തിയപ്പോൾ ഖാലാലി, അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞു, കബ്ബിർ ഹത്താ തഖ്തിമ, ഇനിയുള്ള സൂറത്തുകൾ തീരുന്ന സമയത്തൊക്കെയും പരിശുദ്ധ ഖുർആൻ അവസാനിക്കുന്നവരെ ഏത് സൂറത്ത് വല്ലുഹയുടെ താഴെയുള്ള ഏത് സൂറത്ത് ഓതുമ്പോഴും ആ സൂറത്ത് അവസാനിക്കുന്ന സമയത്ത് കബ്ബിർ, നീ തക്ബീർ ചൊല്ലണം. മാ ഖാതിമതി കുല്ലി സൂറ, എല്ലാ സൂറത്തിന്റെയും അവസാനം തക്ബീർ ചൊല്ലണം എന്ന് ആ രണ്ട് മഹാന്മാരോട് എന്നോട് പറഞ്ഞുവെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. മാത്രമല്ല മഹാനായ പണ്ഡിതൻ പറയുകയാണ്, ഞാനിത് ഇബ്നു കതീർ റളിയല്ലാഹു അൻഹുവിനെ ഓതിക്കൊടുത്തു. മഹാനവറുകൾ പറയുകയാണ്, ഇബ്നു കതീർ റളിയല്ലാഹു അൻഹുവിന് ഞാൻ ഇത് ഓതിക്കൊടുത്തു. അപ്പോൾ ഫഅമറനാ ബിദാലിക്, ഞങ്ങളോട് വല്ലുഹ മുതലുള്ള എല്ലാ സൂറത്തിന്റെയും അവസാനം തക്ബീർ ചൊല്ലാൻ ഞങ്ങളോട് കൽപ്പിച്ചു. വഅഖ്ബറനാ, മഹാനവറുകൾ പറയുകയും ചെയ്തു, അന്നഹു ഖറഅ അലാ മുജാഹിദ്, മറ്റൊരു മുഫസ്സിറാണ്, പരിശുദ്ധ ഖുർആൻ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു. നമ്മളെ മറ്റേ മുജാഹിദ് അല്ലേ, മഹാനായ ഇമാം. ഞാനത് പറയാൻ കാരണം ആർക്കെങ്കിലും തെറ്റിദ്ധാരണ കൊടുക്കണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്, ആരെയും ആക്ഷേപിച്ചതല്ല. ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധമായ ഖുർആൻ മഹാനവർകൾ ഓതിക്കൊടുത്തപ്പോൾ ഫഅമറഹു ബിദാലിക, ഇതേപോലെ തക്ബീർ ചൊല്ലാൻ മഹാനവർകൾ കൽപ്പിച്ചു. വഅഖ്ബറഹു മുജാഹിദുൻ, ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇബ്നു കതീർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അന്നഹു ഖറഅ അലാ ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഇളയപ്പയുടെ മകനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഞാൻ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തു. സൂറത്തുൽ ളുഹ എത്തിയപ്പോൾ ഫഅമറഹു ബിദാലിക, സൂറത്തുൽ ളുഹ ഓതിക്കഴിഞ്ഞപ്പോൾ തക്ബീർ ചൊല്ലാൻ എന്നോട് കൽപ്പിച്ചു. മാത്രമല്ല വഅഖ്ബറഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഇമാം മുജാഹിദ് തങ്ങളോട് പറയുകയാണ്, മഹാനവർകൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ കാത്തിബു വഹയി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹി രേഖപ്പെടുത്തിയിരുന്ന മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുത്തു. സൂറത്തുൽ ളുഹ എത്തിയപ്പോൾ മഹാനവർകൾ ഫഅമറഹു ബിദാലിക, തക്ബീർ ചൊല്ലാൻ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചു. എന്നിട്ട് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിക്ക് സൂറത്തുൽ ളുഹ ഓതിക്കൊടുത്തപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് ഫഅമറഹു ബിദാലിക, സൂറത്തുൽ ളുഹയുടെ അടുത്തെത്തിയപ്പോൾ എന്നോട് തക്ബീർ ചൊല്ലാൻ കൽപ്പിച്ചുവെന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അപ്പൊ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ വാപ്പ മരിച്ചു, മലപ്പുറം ഭാഗത്താണ്, ചെറുപ്പുളശ്ശേരി ഭാഗത്ത്. അദ്ദേഹത്തിന്റെ എന്റെ സുഹൃത്താണ്, അദ്ദേഹത്തിന്റെ പിതാവ് മരിച്ചു. മൂന്നാമത്തെ ദിവസം കണ്ണൂക്കിന് പോയതാണ്, ദുആയുണ്ട്. മഹാനായ ചെമ്പിലോട് മുഹമ്മദ് മുസ്ലിയാർ മഹാനവറുകൾ അടക്കം പങ്കെടുക്കുന്ന സദസ്സാണ്. വലിയൊരു ആരിഫാണ് ചെമ്പിലോട് മുഹമ്മദ് മുസ്ലിയാർ. അവർക്ക് അള്ളാഹു ആരോഗ്യവും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരടക്കം ഇരിക്കുന്ന സദസ്സാണ്. പരിശുദ്ധമായ ഖുർആൻ കൂടിയിരിക്കുന്നവരൊക്കെ ഖത്ം തീർത്തു. അത് കഴിഞ്ഞ് ദുആക്ക് നേതൃത്വം നൽകുന്ന ഒരാൾ വല്ലുഹ മുതൽ താഴേക്കുള്ള സൂറത്തുകൾ പാരായണം ചെയ്യുന്നുണ്ട്. ഓരോ സൂറത്തുകൾ പാരായണം ചെയ്ത് കഴിയുമ്പോഴും ആ സൂറത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നിങ്ങൾ
ഇതുവരെ കേൾക്കാത്ത സംഗതി ആയതുകൊണ്ട് നാളൊക്കെ അങ്ങാടി പോയി ചർച്ചാക്കിയിട്ട് ഒരു പുതിയ ഇൽമുമായിട്ടാണ് അയാൾ ഇന്നലെ വന്നത്, വഹയ്യാൻ തോന്നണമെന്നൊന്നും പറയേണ്ട, അത് കിതാബ് നോക്കിയാൽ കാണാവുന്നതാണ്. തഫ്സീറുകളിൽ നോക്കിയാൽ ഈ സംഗതി കാണാവുന്നതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറാൻ ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد الله أكبر لا إله إلا الله الله أكبر الله أكبر الله أكبر بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد الله أكبر لا إله إلا الله الله أكبر بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد الله أكبر لا إله إلا الله الله أكبر. മനസ്സിലായോ? അപ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വദ്ദുഹ മുതൽ താഴേക്കുള്ള സൂറത്തിലേക്ക് ഈ തക്ബീർ ചൊല്ലാനുള്ള കാരണം എന്താണ്? മുനാസബത്തു തക്ബീരി മിൻ അവ്വലി സൂറത്തിൽ ളുഹ അന്നഹു ലമ്മാ തഅഖറൽ വഹ്യു മുദ്ദ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ പരിശുദ്ധമായ ഖുർആൻ അവതീർണമായി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ഈ 5 സൂറത്തുകൾ ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ, ഈ 5 ആയത്തുകൾ ഹബീബായ റസൂലുള്ളാഹിന്റെ മേൽ അവതീർണമായി. പിന്നെ കുറെ ദിവസങ്ങളോളം വഹി വന്നില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി നിലച്ചുപോയി. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ടെൻഷനായി. ഇനി ആകാശത്തു നിന്ന് വഹി വരില്ലേ? വഹി മുറിഞ്ഞുപോയോ? പ്രപഞ്ചനാഥനും ഞാനുമായുള്ള ബന്ധം നിലച്ചുപോയോ? വല്ലാത്ത ടെൻഷനായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ടെൻഷനായി കഴിയുമ്പോഴാണ് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. എന്നിട്ടാണ് വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന് പറയുന്ന സൂറത്ത് ഓതി കേൾപ്പിക്കുന്നത്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വഹി വീണ്ടും വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്ന് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ, സൂറത്തുൽ ദുഹ ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് അല്ലാഹു അക്ബർ. അപ്പോൾ റസൂലുള്ളാഹി തക്ബീർ ചൊല്ലിയതാണ്. അങ്ങനെയാണല്ലോ അല്ലേ? സാധാരണ സന്തോഷം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടെന്ന പടക്കം പൊട്ടിക്കല്ല. അങ്ങനെ നമ്മുടെ സമുദായം മാറിയിട്ടുണ്ടെന്ന് തോന്നണം അല്ലേ? പടക്കം പൊട്ടിക്കുക, ബാണം വിടാം, പിന്നെന്താ സന്തോഷം ഉണ്ടാകുന്ന ചെയ്യല്? എന്താ നല്ല ചിരി ഉണ്ടാവും. ചിരിക്ക് കുഴപ്പമൊന്നുമില്ല. പടക്കം പൊട്ടിക്കുക മോശമാണ്, പൊട്ടാസ് പൊട്ടിക്കുക മോശമാണ്. ഇന്നത്തെ മംഗലത്തിലൊക്കെ കാണാം, മംഗലങ്ങളിലൊക്കെ പൊട്ടാസ് പൊട്ടിച്ചും പടക്കം പൊട്ടിച്ചിട്ടും ഇറങ്ങാം, മോശമാണ്. ഒരു മുസ്ലിം സന്തോഷമുണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് തക്ബീർ ചൊല്ലുകയാണ്. പഴയ കാലത്തെ സ്വഭാവമാണുള്ളത്. പണ്ട് മുസ്ലിം ഉമ്മത്ത് പ്രതിനിധീകരിക്കുന്ന, മുസ്ലിം ഉമ്മത്തിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വേദിയിൽ പോയാൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ അല്ലാഹു അക്ബർ എന്നാ ചെല്ലുക. ഇന്ന് നേരെ തിരിച്ചാണ്. ഇന്ന് അല്ലാഹു അക്ബർ എന്ന് ആരെങ്കിലും ചെല്ലിനോട് എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ട് പറയും, ഏതാ ഈ കാക്ക, 6-ാം നൂറ്റാണ്ട് ജീവിക്കേണ്ട മനുഷ്യൻ എന്ന രീതിയിലാണ് നോക്കുക. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുണ്ടായ സമയം അല്ലാഹുവിന്റെ ഹബീബ് തക്ബീർ ചൊല്ലി എന്നാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ദുഹ ഓതിക്കഴിയുമ്പോൾ തക്ബീർ ചൊല്ലൽ സുന്നത്താണെന്ന് പറയാനുള്ള കാരണം. അപ്പൊ സന്തോഷം ഉണ്ടാവുമ്പോഴൊക്കെ മുഅ്മിൻ ചെയ്യേണ്ടത് തക്ബീർ ചൊല്ലണം. സൂറത്തുൽ ദുഹയുടെ 1-ാമത്തെ പാഠാണ്. അല്ലാഹു ബോധം നൽകട്ടെ.
ഓരോ കാര്യം പറയുമ്പോൾ ആ കാര്യം മനസ്സിലാക്കണം, അത് ജീവിതത്തിൽ പിന്നെ മുതൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒക്കെ പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ കൊല്ലം ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൂറത്ത് ആസ്പദമാക്കി അതിലെ വിഷയങ്ങളായിരിക്കും നമ്മൾ ഇൻഷാ അല്ലാഹ് പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ കാലികമായ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടയ്ക്ക് വന്നുകൊള്ളും. അപ്പോ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്താണ് അതിന്റെ കാരണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. സൂറത്തുൽ ളുഹായുടെ മഹത്വം. സൂറത്തുൽ ളുഹ നിരന്തരമായ ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമങ്ങളും നീങ്ങിപ്പോകാൻ കാരണമാകും. കാരണം പുണ്യനബിയുടെ ടെൻഷൻ അള്ളാഹു തീർത്തു കൊടുത്തത് ഈ സൂറത്തിറക്കിയതോടുകൂടെയാണ്. സൂറത്തുൽ ളുഹ ഒരാൾ നിരന്തരമായി പാരായണം ചെയ്താൽ പ്രപഞ്ചനാഥനായ അള്ളാഹും അയാളും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഖുർആൻ ഓതിയാൽ അടുപ്പം വർദ്ധിക്കും. സൂറത്തുൽ ളുഹാക്ക് അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിൽ പറയുന്ന ചില ആയത്തുകളുടെ അർത്ഥവും അതാണ്. ഹബീബായ നബിയെ അള്ളാഹു അങ്ങേ ഒഴിവാക്കിയിട്ടില്ല യാ റസൂലല്ലാഹ്, അങ്ങേ ഒഴിവാക്കിയിട്ടില്ല നബിയെ. മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. ഹബീബായ നബിയെ ദുനിയാവിനെക്കാളും അങ്ങേക്ക് നല്ലത് ആഖിറമാണ് യാ റസൂലല്ലാഹ്. വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. അള്ളാഹു അങ്ങേക്ക് ധാരാളം നൽകാനിരിക്കുകയാണ് നബിയെ, അപ്പോൾ അങ്ങേറെ സന്തുഷ്ടനാകും യാ റസൂലല്ലാഹ്. ഇത് ഓതിയാൽ തന്നെ ഒരു മനസ്സമാധാനം കിട്ടുന്ന, ടെൻഷൻ അടിക്കുന്ന ആളുകൾ ഈ സൂറത്ത് നിരന്തരം ഓതിയാൽ അവരുടെ ടെൻഷൻ നീങ്ങും. ടെൻഷൻ ഞാൻ പറഞ്ഞ് വേറെ കൊലത്തില്ല. മാനസിക രോഗി ഇത് ഓതിക്കൊണ്ടിരുന്നാൽ അയാളുടെ മാനസിക രോഗം സുഖപ്പെടാൻ ഇടവരും. അള്ളാഹു മാനസിക രോഗത്തിൽ നമ്മളെയും കുടുംബത്തെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഞാനൊരു സ്ഥലത്ത് വാതിര പോയപ്പോഴാണ് ഒരു എഴുത്ത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ദുആ ചെയ്യാൻ ഉസ്താദേ, ടെൻഷൻ താങ്ങാൻ കഴിയുന്നില്ല, തൂങ്ങി മരിച്ചെങ്കിലോ എന്ന് തോന്നിപ്പോവുകയാണ്. ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ ദ്വാരക്കണം. ഈ വല്ലുഹ സൂറത്ത് അല്ലാഹു ഇറക്കി കൊടുക്കുന്നത് ആർക്കാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴാണ്? പ്രബോധനം ആരംഭിക്കാൻ പോകുമ്പോഴാണ്. എന്താ കാരണം? പ്രബോധനം തുടങ്ങുമ്പോ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സമൂഹത്തിൽ നിന്ന് നേരിടാൻ പോകുന്നുണ്ട്. ആ പ്രയാസങ്ങളെല്ലാം അഭിമുഖീകരിക്കുമ്പോൾ മാനസികമായ നല്ല തന്റെ ഇടത്തോടുകൂടെ മനസ്സാന്നിധ്യത്തോടെ മാനസികമായ കരുത്തോടുകൂടെ ആ വിഷയങ്ങൾ നേരിടാൻ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പാകപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ സൂറത്ത് നിരന്തരം ഓതിയ മാനസിക ടെൻഷൻ ഉണ്ടാവുകയില്ല. മാനസിക രോഗികൾക്ക് ശിഫ ഉണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖല വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ് അലം യജ്ദക യതീമൻ ഫആവ. നബിയേ, അങ്ങേ യതീമായി എത്തിച്ച അല്ലാഹു അങ്ങേക്ക് അഭയം തന്നില്ലയോ നബിയെ? ആ റബ്ബിന് അങ്ങയെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രക്ഷിക്കാനും കഴിയില്ലയോ റസൂലേ? സമാധാനിപ്പിക്കണം പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. ശ്രദ്ധിക്കണം ഹദീസ്. സൂറത്തുൽ ളുഹായുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ജാബിർ, രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് കിട്ടി അല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ സൂറത്ത് ഓതിക്കഴിയുമ്പോൾ, സൂറത്തിന് ശേഷമുള്ള സൂറത്തുകൾ ഓതിക്കഴിയുമ്പോഴും തക്ബീർ ചൊല്ലണം. രണ്ട്, മുഅ്മിന് ഏതൊരു സന്തോഷം ഉണ്ടാകുമ്പോഴും അയാൾ തക്ബീർ ചൊല്ലണം. അല്ലേ? ഭാര്യ ഗർഭിണിയാണ്, ഡോക്ടർ പറഞ്ഞു വെള്ളം കുറവാണ്, ഓപ്പറേഷൻ വേണ്ടി വരും, രക്തം കരുതി വെച്ചോളൂ, ബേജാറാക്കി. കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ വന്നിട്ട് പറഞ്ഞു ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, സുഖപ്രസവമാണ്. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. സന്തോഷമുണ്ടാകുന്ന സമയത്ത് മുഅ്മിൻ തക്ബീർ ചൊല്ലണം. 2, 3 സൂറത്തുൽ ളുഹ നിരന്തരമായി പാരായണം ചെയ്താൽ മാനസികമായ വിഭ്രാന്തിയോ ടെൻഷനോ ഉണ്ടാവുകയില്ല. 3 കേട്ടോളൂ, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ പ്രധാനമായി വേറൊരു കാര്യം പഠിക്കുകയാണ് സൂറത്തുൽ ളുഹയിൽ നിന്ന്. ഞാൻ അങ്ങനെ പറയലാവൂലേ നല്ലേ അല്ലേ? എന്താ അതിന് കിട്ടുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവാണ്. സൂറത്തുൽ ളുഹയിൽ നിന്ന് ഒരുപാട് വിഷയം. ഒരു സൂറത്തിൽ ഒരു വിഷയമല്ല എന്ന് പറയാം, വളരെ നമ്മളൊരു വിഷയം പറയുള്ളൂ അല്ലേ? അങ്ങനല്ലേ?
ലിംഗസമത്വവും ഓൺലൈൻ വ്യഭിചാരവും. അങ്ങനെയാണ് വിഷയത്തിന് അടിയും കൊടുത്തതെങ്കിൽ അത് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഇത് സൂറത്തുൽ ദുഹയാണ്. ഒരുപാട് കാര്യം അല്ലാഹു പറഞ്ഞിട്ടുണ്ടാവും ഒരു വചനത്തിൽ തന്നെ. അപ്പൊ ഒരു 3 ദിവസം ചർച്ച ചെയ്താൽ തീരൂല. ഒരു 6 ദിവസം, ഒരു 7 ദിവസം നമ്മളിത് പറയാൻ വേണം. എന്നാലും ഞാൻ വേഗം വേഗം പറഞ്ഞു പോകും. ഇതൊക്കെ അള്ളാഹു പറഞ്ഞു തരികയാണ്. അക്ഷരം പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ്. ഖാല മഹാനവർകൾ പറയുകയാണ്, ഖാന മുആദുൻ യുസല്ലി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം മദീന പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കും. സുമ്മ യഅതി, എന്നിട്ട് മഹാനവറുകളുടെ വീടുള്ള പ്രദേശത്ത് ചെല്ലും. ഫയഉമ്മു ഖൗമ, അപ്പോൾ അവിടെ ആളുകളുടെ നിസ്കാരത്തിന്റെ സമയം ആയിട്ടുണ്ടാവുകയില്ല. ഇവിടുന്ന് ജമാഅത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇദ്ദേഹം അവരുടെ വീട് നിൽക്കുന്ന പ്രദേശത്തുള്ള പള്ളിയിൽ ചെല്ലും. ഫയഉമ്മു ഖൗമ, എന്നിട്ട് അവിടെയുള്ള സ്വഹാബികൾക്ക് ആ പള്ളിയിൽ ഇമാമത്ത് നൽകും. അപ്പൊ നിങ്ങൾക്കൊരു സംശയം, അങ്ങനെ ഇമാമത്ത് നിൽക്കാൻ പറ്റുമോ? വേറെ മസ്അല പഠിക്കാൻ നമ്മൾ വേറെ മസ്അല പഠിക്കുകയാണ്. എന്താണ് മസ്അല? ഒരേ നിസ്കാരം ഒന്നിലേറെ തവണ നിസ്കരിക്കാൻ പറ്റുമോ? ഒരാൾ ഒറ്റക്കൊരു ഇശാ നിസ്കരിച്ചു. ഇയാൾ കുറച്ചപ്പുറത്ത് കണ്ടപ്പോൾ ഒരു ജമാഅത്ത് കണ്ടു. അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടുന്നതിന് അതിൽ വീണ്ടും കൂടിയിട്ട് നിസ്കരിക്കാം. ഒരാൾ ഇശാ നമസ്കരിച്ചു കഴിഞ്ഞു, ജമാഅത്തിൽ തന്നെ നിസ്കരിച്ചത്. ഇയാൾ വേറെ സ്ഥലത്ത് ചെന്നു, അവിടെ ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട്. അയാളുടെ കൂടെ മൗമുമായി നിൽക്കാൻ ആരുമില്ല. അയാൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടണം എന്ന് കരുതിയിട്ട് ഇയാൾക്ക് അയാളുടെ കൂടെ നിസ്കരിക്കാം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞ മസലിന് പല കോലത്ത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി മാതിരി പറയരുത്. നാളെ കുഴപ്പമുണ്ടാക്കരുതേ. മസാല പറയാൻ വലിയ പേടിയാണ്. എന്താ പേടി വെച്ചാൽ നമ്മൾ പറഞ്ഞ മതിയാവില്ല പിന്നെ പറയണത്. പിന്നെ നാട്ടിൽ പല കോലത്തിലാ പറയാ. ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ റസൂലുള്ളാഹിനോട് കൂടെ നിസ്കരിച്ചതിന് ശേഷം തങ്ങളുടെ പള്ളിയിൽ ചെല്ലുകയും ഫയഉമ്മു ഖൗമ, ആ നാട്ടിലുള്ള പള്ളിയിൽ അദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്യും. ഫസല്ലാ ലൈലതൻ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഇശാ. ഒരു ദിവസം മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് കൂടെ ഇശാ നമസ്കരിച്ചു. സുമ്മ അതാ ഖൗമഹു, പിന്നെ തന്റെ നാട്ടിലുള്ള പള്ളിയിൽ അയാൾ ചെന്നു. എന്നിട്ട് തന്റെ ഗോത്രക്കാരായ ആളുകൾക്ക് അദ്ദേഹം ഇശാഇന് ഇമാമത്ത് നിന്നു. ഫഅമ്മഹും ഫഫ്തഹ സൂറത്തുൽ ബഖറ. മൂപ്പര് ഇമാമത്ത് നിന്നിട്ട് തുടങ്ങിയത് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ ഓതാൻ തുടങ്ങി. ഫൻഹറഫ റജുലുൻ, കുറെ സമയം ഒരാൾ നിന്നിട്ട് ഇത് തീരുന്നില്ല. ഉടനെ ആ കൂട്ടത്തിലുള്ള ഒരാൾ ഫൻഹറഫ റജുലുൻ, ആ കൂട്ടത്തിലെ ഒരാൾ അയാള് ഇമാമിനെ ഒഴിവാക്കിയിട്ട് മുആദ് റളിയല്ലാഹു അൻഹു, ഇമാമായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒഴിവാക്കിയിട്ട് മൂപ്പര് ഇശാ നിസ്കാരം പൂർത്തിയാക്കി. ഫസല്ലമ, സലാം വീട്ടി. സുമ്മ സല്ലാ വഹദ, അതായത് മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പിരിഞ്ഞു സലാം വീട്ടി. എന്ന് മൂപ്പര് ഒറ്റക്ക് പോയി നിസ്കരിച്ചു. വൻസറഫ, മൂപ്പര് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു. ഫഖാലൂ ലഹു, ഈ ആളുകൾ കണ്ടപ്പോൾ അയാളോട് പറഞ്ഞു, യാ ഫുലാൻ, മനുഷ്യ, നിങ്ങൾ എന്ത് പണിയാ ചെയ്ത്? ഇന്നലെ നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ നിസ്കാരത്തിൽ നിന്ന് വേഗം പിരിഞ്ഞു പോയിട്ട് പിന്നെ വേറെ നിസ്കരിച്ച് നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ ഇയാള് പറഞ്ഞു, ലാ വല്ലാഹി ലആതിയന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്ത് പോകും. പുണ്യനബി തങ്ങളോട് ഞാൻ പരാതി പറയുന്നുണ്ട്. ഇന്നാ സ്വഹാബുന വാളിഹ് നഅമലു ബിന്നഹാർ, ഞങ്ങൾ പകലിൽ പണിയെടുക്കുന്ന മനുഷ്യന്മാരാണ്. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണം. വലിയൊരു പോയിന്റായി പറയണേ. ഞങ്ങൾ പകലിൽ പണിയെടുക്കുന്ന ആളുകളാണ്. പകല് മുഴുവൻ കഠിനാധ്വാനാണ്. വെള്ളം ചെയ്യുക, ഒട്ടകത്തെ ഉപയോഗിച്ചിട്ട് വെള്ളം ചെയ്യുക, കൃഷിയിടങ്ങൾ നനയ്ക്കുക, പല പണിയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ. റസൂലുള്ളാഹിനോട് ചെന്നിട്ട് ഇയാൾ പരാതി പറഞ്ഞു. ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാൾ റസൂലുള്ളാഹിന്റെ അടുത്ത് മദീന പള്ളിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഫഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നാ അസ്ഹാബുന വാളിഹ്, ഞങ്ങൾ നഅമലു ബിന്നഹാരി, പകലിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന നബിയേ. വഇന്ന മുആദൻ സല്ലാ മഅകൽ ഇശാഅ,
മുആദ് ഇന്നലെ ചെയ്തൊരു പണിയുണ്ട്. ഇന്നലെ നിങ്ങളുടെ പള്ളിയിൽ വന്ന അങ്ങയോടുകൂടെ ഇശാ നമസ്കരിച്ചു. തുമ്മ അതാ, പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വന്നു. ഫബ്തദാ സൂറത്തുൽ ബഖറ, ഞങ്ങൾക്ക് ഇമാമത്ത് നിന്നു. എന്നിട്ട് മൂപ്പർക്ക് വേറെ പണിയൊന്നുമില്ല, മൂപ്പർ സൂറത്തുൽ ബഖറ തുടങ്ങി ഇശായിൽ. ഫഅഖബല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബി പറഞ്ഞു, നബിയേ, ഞങ്ങൾ പിറ്റേ ദിവസവും ജോലിക്ക് പോകേണ്ടവരാണല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇങ്ങനെ മുആദ് ചെയ്യുന്നത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നുണ്ട് നബിയേ. ഏത് വിഷയത്തിലാ പരാതി? നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതുന്ന വിഷയത്തിലാ പരാതി. നാട്ടിലുണ്ടാവും, പള്ളിയിൽ രണ്ടഭിപ്രായക്കാരിൽ അല്ലേ? എന്താ കുറച്ച് വലുതോതിയാൽ ഒരു ഗൾഫിൽ നിന്നൊക്കെ വലുത് കേട്ട് വന്നതാവും. നാട്ടിലുള്ള വേഷന്മാരുണ്ട് സാധുക്കള്. ഓല് പറയും, ഉസ്താദെ എങ്ങനെയൊക്കെ ഓതിയാൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റൂല. ഒരുത്തം പറയാം, ഞാൻ ഡയാലിസ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാ, എനിക്ക് അധികം നിൽക്കാൻ പറ്റൂല. ആരെയാണ് പരിഗണിക്കേണ്ടത്? ഈ സാധുവിനെ പരിഗണിക്കണം. അതിപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ വിഷയത്തിൽ പള്ളിയുടെ അകത്തലത്തിൽ തർക്കവും അടിപിടി ഉണ്ടാകാൻ പാടില്ല. ആ കൂട്ടത്തിലെ ബലഹീനരായ ആളുകളെയാണ് പരിഗണിക്കേണ്ടത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സ്വഹാബിയ പരാതി പറഞ്ഞപ്പോൾ ഫഅഖബല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുആദ് റളിയല്ലാഹു അൻഹു നേരെ റസൂലുള്ളാഹി അങ്ങോട്ട് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ഫഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, യാ മുആദേ അഫത്താനുൻ അൻത യാ മുആദേ അഫത്താനുൻ അൻത, നീ ജനങ്ങൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുന്ന ആളാണോ മുആദേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഫത്താനുൻ അൻത, നിസ്കാരത്തിന്റെ വിഷയത്തിലാണ് ചോദിച്ചത്. അഫത്താനുൻ അൻത, മഹല്ലത്തിൽ കുഴപ്പമുണ്ടാക്കുക, പള്ളിയെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, പള്ളിയെ ചിഹ്ന ഭിന്നമാക്കുക, പള്ളിയെ രണ്ടായി പകുക്കുക, മതസ്ഥാപനങ്ങളെ രണ്ടായി പകുക്കുക, നാട്ടിൽ കുഴപ്പവും ഫിത്നയും ഫസാദും ഉണ്ടാക്കുക. എത്ര ഭീകരമാണ്! നിസ്കാരത്തിൽ വലിയ സൂറത്ത് ഓതിയപ്പോ പുണ്യ നബി ചോദിച്ചെന്തരും, അഫത്താനുൻ അൻത, നീ ഫിത്ന ഉണ്ടാക്കാണോ മുആദേ എന്ന് ദേഷ്യം പിടിച്ച് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്റഅ ബികദാ വഖറഅ ബികദാ, ഇന്നാൽ ഇന്ന സൂറത്ത് ഓതിക്കോളൂ മുആദേ ഇനി മുതൽ നിസ്കാരത്തിൽ. ഖാല സുഫിയാനു, മഹാനായ ഇമാം സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖുൽതു ലി അംറിൻ, ഞാൻ അംർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നിസ്കാരത്തിൽ ഓതാൻ പറഞ്ഞ സൂറത്ത്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്നഹു ഖാല ഇഖ്റഅ വശംസി വദുഹാഹാ വന്നഹാരി ഇദാ തജല്ല എന്ന സൂറത്ത് നിങ്ങൾ ഓതിക്കോളൂ. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് നിങ്ങൾ ഇശായിൽ ഓതിക്കോളൂ. വസബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅലാ എന്ന സൂറത്ത് നിങ്ങൾ ഓതിക്കോളൂ. ഇതൊക്കെ ഓതിക്കോളൂ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ വദ്ദുഹാ വല്ലൈലി ഉണ്ട്. അപ്പൊ പുണ്യ നബി എടുത്തു പറഞ്ഞൊരു സൂറത്താണ് സൂറത്തുൽ ദുഹാ. സൂറത്തുൽ ദുഹാ അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ റഹീമീനായ റബ്ബ് സൂറത്തിന്റെ മഹത്വം കൊണ്ട് അല്ലാഹു നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരുമാറാകട്ടെ. മാനസികമായ എല്ലാ വിഭ്രാന്തിയും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. സൂറത്തുൽ ദുഹയുടെ ശ്രേഷ്ഠതയാണ് നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലെന്ന മറ്റൊരു കാര്യം. ഇനി ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം. സൂറത്തുൽ ദുഹ ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ പറഞ്ഞല്ലോ, ഉണ്ണി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിനോടടുക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബിന് ഒറ്റയ്ക്കിരിക്കണമെന്ന തോന്നൽ ഉണ്ടാകുന്നത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനു വേണ്ടി മക്കയിലുണ്ടായിരുന്ന ജബലുൻ നൂറിന് മുകളിലുള്ള ഗാർ ഹിറ അള്ളാഹുവിന്റെ ഹബീബ് തെരഞ്ഞെടുത്തു. എല്ലാവരും 3 സ്വലാത്തിലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ശ്രദ്ധിക്കട്ടെ, അങ്ങോട്ട് ശ്രദ്ധിക്കും.
ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്തായിരുന്നു? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40-ാമത്തെ വയസ്സിനോടടുത്തപ്പോൾ ഒറ്റക്കിരിക്കണമെന്ന തോന്നലുണ്ടായി. അതിനു വേണ്ടി പുണ്യ നബി തെരഞ്ഞെടുത്തത് ജബലുൻ നൂറിന് മുകളിലുള്ള ഗാർ ഹിറ എന്ന് പറയുന്ന ഗുഹയായിരുന്നു. എന്താണ് ആ ഗുഹയുടെ പ്രത്യേകത? ആ ഗുഹയിൽ ഇരുന്ന് മക്കയിലേക്ക് നോക്കിയാൽ കഅബ കാണും. ഇപ്പോഴല്ല, ഇപ്പൊ പിന്നെ പല ബിൽഡിങ്ങുകൾ വന്നിട്ട് മറഞ്ഞു പോയിട്ടുണ്ട്. അന്നത്തെ പ്രത്യേകത അതായിരുന്നു. കഅബ നോക്കിയായിരുന്നു ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങളുടെ ഏകാന്തവാസത്തിന്റെ 6 മാസവും കഴിച്ചുകൂട്ടിയത്. ആ ഏകാന്തവാസത്തിന്റെ അവസാന സമയത്താണ് മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത്. പരിശുദ്ധമായ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകൾ റസൂലുള്ളാഹി ഓതി കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ യാ മുഹമ്മദു ഇഖ്റ, മുഹമ്മദേ അങ്ങ് വായിക്കണം. റസൂലുള്ളാഹി ഏകാന്തവാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വന്നിട്ട് പറഞ്ഞു വായിക്കണം. റസൂലുള്ളാഹിക്ക് എന്ത് വായന? പുണ്യനബി തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട രൂപത്തോട് പറഞ്ഞു, മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല. വീണ്ടും പറഞ്ഞു, നബി അങ്ങ് വായിക്കണം. അപ്പോഴും പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല. മൂന്നാമതും പറഞ്ഞു, നബിയെ വായിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നേരത്തെ പറഞ്ഞ അതേ മറുപടി തന്നെ. ഉടനെ അതാ ആഗതനായ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്റെ മേനിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓതി കേൾപ്പിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. 5 ആയത്തുകൾ റസൂലുള്ളാഹിന്റെ മേൽ അവതരിക്കപ്പെടുകയായി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചുപോയി. അല്ലാഹുവിന്റെ ഹബീബി സംഭവം കഴിഞ്ഞ പാടെ ഗുഹയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. നേരെ മക്കയിലേക്ക് ചെന്നു. തന്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് ഓടിച്ചെല്ലുന്നത്. വീട്ടിലേക്ക് കയറുന്ന മാത്രയിൽ തന്നെ പുണ്യനബിക്ക് പനിക്കുന്നുണ്ട്, വിറക്കുന്നുണ്ട്. പുണ്യനബി പറയുന്നുണ്ട്, ഖദീജ സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പെട്ട് മൂടനെ എന്ന് പറഞ്ഞാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഖദീജ ബീവി പുതപ്പെട്ട് മുടി പുതച്ചു. പുണ്യനബിയോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയായി. പനിച്ച് വിറക്കുന്നുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്ന് വേദങ്ങളിൽ അവഗാഹ പാണ്ഡിത്യമുണ്ടായിരുന്ന, തൗറാത്തിലും ഇഞ്ചീലിലും അവഗാഹ പാണ്ഡിത്യമുണ്ടായിരുന്ന വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയി. പണ്ടേയുള്ള സ്വഭാവം, പേടിക്കുക, ബേജാറാവുക, ടെൻഷൻ ആവുക ചെയ്താൽ ഉസ്താദ്മാരെടുത്ത് കൊണ്ടുപോകാം. നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരണമെന്ന് പറയാനല്ലേ? കുടിച്ചോളാം, നല്ല കാവുണ്ടല്ലേ, തൊണ്ട ശരിയാവാൻ. നിങ്ങളെ സ്വലാത്തുണ്ടായത് എൻ്റെ തൊണ്ട ശരിയാവും. പോണ പോക്കിൽ കാവി കുറച്ച് കുടിക്കും, അപ്പൊ നല്ലോണം ശരിയാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ഖുർആനാ. മറ്റു വിഷയം പറയണമായിരുന്നു ആവൂല. റസൂലുള്ളാഹിനെ കുറിച്ചും ഖുർആനെ കുറിച്ചൊന്നും പറയുമ്പോൾ ഒന്നും സംഭവിക്കൂല എന്നാ ഞാൻ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇത്ര കാലം ഇങ്ങനെ നീച്ചെന്ന് പറഞ്ഞ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാഹു ഈ നന്മ കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പടച്ചോനെ തൗഫീഖ് ചെയ്യണേ റബ്ബേ. ഇതിനായി ഇങ്ങനൊരു വേദി ഒരുക്കിയ ഈ സ്ഥാപനത്തിന്റെ മുഴുവൻ സംഘാടകർക്കും അതിനെ നീ തൗഫീഖ് ചെയ്യണേ റബ്ബേ. പടച്ചോനെ നാളെ മശ്റയിൽ ഖുർആന്റെ തണലിൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല റബ്ബേ. നിന്റെ ദീനിനോട്, നിന്റെ ഹബീബിനോട്, നിന്റെ പരിശുദ്ധ ഖുർആനിനോടുള്ള സ്നേഹമല്ലാതെ അല്ലാഹുവേ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ വറഖത്ത് ഇബ്നു നൗഫലിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. വറഖത്ത് ഇബ്നു നൗഫൽ ആരാണ്? ഡോക്ടറല്ല. ഗ്രന്ഥങ്ങളിൽ തൗറാത്തിലും ഇഞ്ചീലിലും അവഗാഹ പാണ്ഡിത്യമുള്ള പണ്ഡിതനാണ്. വറഖത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വറഖത്തിന്റെ കൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ വറഖത്ത് പറഞ്ഞു, ഹാദൻ നാമുസുല്ലദീ ജാഅ മൂസ, ഇത് മൂസാ നബിന്റെ അടുത്ത് വന്ന അതേ ദൂതനാണ്, ജിബ്രീലാണ്. പേടിക്കണ്ട, നിങ്ങൾ ഈ ഈ മനുഷ്യ സമൂഹത്തിലെ അവസാന പ്രവാചകനാണ്. ഇതായിരുന്നു വറഖത്ത് പറഞ്ഞത്.
പുണ്യനബിക്ക് ആശ്വാസമായി. റസൂലുള്ള പേടിച്ചു ഉറച്ചിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. തിരിച്ചു പോകുമ്പോൾ ആശ്വാസമായി റസൂലുള്ള തിരിച്ചുപോയി. പിന്നെ റസൂലുള്ളാഹി ഈ വഹി വീണ്ടും വന്നിരുന്നെങ്കിൽ എന്ന തോന്നലുണ്ടായി. പക്ഷേ വഹി കുറെ ദിവസത്തിന് വന്നില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പിന്നെ ആകാശത്ത് നിന്ന് വരുന്നില്ല വഹിയുമായി. വഹി മുറിഞ്ഞു പോയോ എന്ന് റസൂലുള്ള പേടിച്ചുപോയി. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറയാൻ, പിന്നെ 12 ദിവസം ആകാശത്ത് നിന്നൊരു വഹി പോലും ഭൂമിയിലേക്ക് വന്നില്ല. എത്ര ദിവസമാണ് വഹി മുറിഞ്ഞത്? ഇബ്നു ജുറൈജ് റളിയല്ലാഹു അൻഹു പറയുന്നത് 12 ദിവസമാണ് വഹി നിലച്ചുപോയത് എന്നാണ്. മഹാനായ ഇമാം കൽബി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, 12 അല്ല 15 ദിവസമാണ് വഹി നിലച്ചത്. എന്നാൽ റഈസുൽ മുഫസ്സിരീങ്ങളുടെ നേതാവെന്ന പുകഴ് കൊണ്ട അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവറുകൾ പറയുന്നത് 20 യൗമാ, 20 ദിവസമാണ് വഹി നിലച്ചുപോയത്. പിന്നെ 20 ദിവസം ആകാശവും ഭൂമിയും തമ്മിലൊരു ബന്ധമില്ല വഹയിന്റെ വിഷയത്തിൽ. എന്നാൽ മഹാനായ ഇമാം മുഖാത്തിൽ റളിയല്ലാഹു അൻഹു പറയുന്നത് 40 യൗമാ, 40 ദിവസം പിന്നെ വഹയെ വന്നില്ല, ആകാശത്ത് നിന്ന് വഹയെ വന്നില്ല. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന 5 ആയത്തുകൾ ഇറങ്ങിയതിനു ശേഷം ദിവസങ്ങളോളം വഹി മുറിഞ്ഞുപോയി. ഇവിടെ ശ്രദ്ധിക്കട്ടോ, വഹി മുറിയാനുണ്ടായിരുന്ന കാര്യം എന്താണ്? 7ാമത്തെ കാര്യം പഠിക്കാൻ പോവാണ് നമ്മൾ സൂറത്തുൽ ദുഹായിൽ നിന്ന്. വഹി മുറിയാനുള്ള കാരണം എന്തായിരുന്നു? മഹാന്മാർ പല രീതിയിലും ഇതിന്റെ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിച്ചോളൂ. ഒന്ന്, ഇമാം ബുഖാരിയും മുസ്ലിമും തുർമുദിയും നസായിയും ഒക്കെ അടക്കമുള്ള മഹാന്മാരായ മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഹദീസാൻ. അൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു, മഹാനായ ജുന്ദുബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ. ഖാല, മഹാനവറുകൾ പറയുകയാണ്, എന്തുകൊണ്ടാ വഹി നിലച്ചുപോയത്? ഈ കാരണങ്ങൾ ഞാൻ പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ ചില പോയിന്റ് ഉണ്ട്. മഹാനവറുകൾ പറഞ്ഞു, അബ്ത ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അലാ റസൂലില്ലാഹി, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയുമായി വരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം പിന്തി. ആദ്യ വഹി വന്നു, പിന്നെ ജിബ്രീൽ വഹയുമായി വന്നില്ല. ഫഖാലൽ മുശ്രികൂന, അപ്പോൾ മുശ്രിക്കുകൾ പറയാൻ തുടങ്ങി, ബുദ്യ മുഹമ്മദിന്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുന്നു. അതായത് മുഹമ്മദിന്റെ റബ്ബ് ഒഴിവാക്കിയിരിക്കുകയാണ് എന്ന് മുശ്രിക്കുകൾ പറയാൻ തുടങ്ങി. അപ്പോഴാണ് അല്ലാഹു വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, ഹബീബായ നബിയേ, അങ്ങയുടെ രക്ഷിതാവ് ഒഴിവാക്കിയിട്ടില്ല നബിയേ. നാട്ടുകാരെല്ലാവരും പറയാൻ തുടങ്ങി, മുഹമ്മദിന്റെ റബ്ബ് ഒഴിവാക്കി, ഒറ്റത്തവണയെ സ്വീകരിച്ചുള്ളൂ, പിന്നെ മുഹമ്മദിനെ വേണ്ടാന്ന് വെച്ചിരിക്കുന്നു. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പൊ മുശ്രിക്കുകൾ ഇങ്ങനെ റസൂലുള്ളാഹിനെ പറഞ്ഞ് വേദനിപ്പിച്ചതാണ്. ശ്രദ്ധിക്കണേ. റസൂലുള്ളാഹിനെ കുറിച്ച് മുശ്രിക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് വേദനയായി മാറി. ഉടനെ ഇറങ്ങി നസലൽ അമീൻ മലക്ക് ജിബ്രീൽ. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ. ആ വിഷയത്തിൽ പോലും റസൂലുള്ളാഹി വേദനിക്കാൻ പാടില്ല. റബ്ബിന്റെ താല്പര്യമാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, എന്താ പറയാ, റസൂലുള്ളാഹിന്റെ അമ്മ നരകത്തിലാണ്, വാപ്പ നരകത്തിലാണ്. റസൂലുള്ളാഹിന്റെ വാപ്പ നരകത്തിലാണ്, ഉമ്മ നരകത്തിലാണ്. അവർക്ക് ഇത് പറയാ പണി. അവര് ജനിച്ചതെന്നതിനാ, അവർ പ്രചരിപ്പിക്കുന്നത് തന്നെ ഇതാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പറയാം, എടാ എന്റെ വാപ്പ നരകത്തിലാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ വേദനയുള്ള സംഗതി ആകാശത്തിൽ ചുവട്ടിൽ മറ്റെന്താ? ആകാശത്തിൽ ചുവട്ടിൽ അതിനേക്കാളും വേദനയുള്ള സംഗതിയുണ്ടോ? അള്ളാഹുവിന്റെ ഹബീബിനെ വേദനിപ്പിക്കുക ചില കൂട്ടരെ പണി എന്നതാ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. പറയൂ, റബ്ബേ നീ രക്ഷപ്പെടുത്തണേ, അല്ലാ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. നിങ്ങൾ നോക്കും, മുശ്രിക്കുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി. റബീഉൽ അവ്വൽ ആയതുകൊണ്ട് ഞാൻ ഒരു വർത്താനതിനെ കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. മുശ്രിക്കുകൾ ഇത് പറയാൻ തുടങ്ങിയപ്പോഴാണ് സൂറത്തുൽ ദുഹ ഇറങ്ങിയത്. എന്നാൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് അനിൽ അസ്വദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, അസ്വദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട് ഈ ഹദീസ്. കാല സമയത്ത് ജുന്ദബൻ, മഹാനായ ജുന്ദബ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടു എന്ന് അസ്വദ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. യഖൂലു ഇസ്തഗൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് രോഗിയായി കിടന്നു. മറ്റൊരു കാരണം ശ്രദ്ധിക്കണേ, ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്?
മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗിയായി കിടന്നു. ഫഖുഫലം യകും ലൈലതൻ ഔ ലൈലതൈൻ, ഒന്നോ രണ്ടോ രാവാണ് റസൂലുള്ള രോഗിയായി കിടന്നത്. അപ്പോൾ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെണ്ണ് വന്നു. ഫഖാലത്ത് എന്നത് റസൂലുള്ളാന്റെ രോഗം കാണാൻ വേണ്ടി വീട്ടു വന്ന. എന്നിട്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, യാ മുഹമ്മദോ മുഹമ്മദേ, മാ അറാ ശൈത്താനക ഇല്ലാ ഖത്തറക. മുഹമ്മദേ, നിന്റെ കൂടെ കൂടിയ ശൈത്താൻ അന്നെ ഒഴിവാക്കിയിട്ടുണ്ട് മുഹമ്മദേ എന്നീ പെണ്ണ് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ പുണ്യ നബിക്കൊരു വേദനയായി. ആ വേദന ഖൽബിലാഞ്ഞു തറച്ചില്ല. നസലൽ അമീൻ മലക്ക് ജിബ്രീൽ, ഉറക്കെ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് ഓതി കേൾപ്പിച്ചു കൊടുത്തു, വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഹബീബായ നബിയേ, അങ്ങയുടെ റബ്ബ് ഒഴിവാക്കിയിട്ടില്ല നബിയേ. ഞാൻ അങ്ങോട്ട് വരണ്ടേ? മാ വദ്ദഅകന്റെ അർത്ഥം എന്താണ്? ഖലയുടെ അർത്ഥം എന്താണൊക്കെ നമ്മൾ പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാരണം പറയുന്നത് അതാണ്. ശ്രദ്ധിക്കണം, ഇതിൽ ഓരോന്നിലും പാഠമുണ്ട്. പുണ്യ നബിക്ക് റസൂലുള്ള അനുഭവിക്കുന്ന ചെറിയൊരു വേദന പോലും അല്ലാഹു ഒരു വലുതാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി പറയൂ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഭവിക്കുന്ന ചെറിയൊരു വേദന പോലും രാജാതിരാജനായ അല്ലാഹുവിന് വലുതാണ്. അല്ലാഹുവിന് വലുതാണ്, അല്ലാഹുവിന് വലുതാണ്, അല്ലാഹുവിന് വലുതാണ്. അങ്ങനെ ആലോചിക്കുക, സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനാർക്കാ? വഹ്ശിക്ക. സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനമാർക്കാണ്? വഹ്ശിക്ക ഏറ്റവും ചെറിയ സ്ഥാനം സ്വഹാബികളിൽ. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്? പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹിന്റെ സ്വഹാബികളാണ്. സ്വഹാബികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാ. ഏറ്റവും ചെറിയ സ്ഥാനാർക്കാ? വഹ്ശിക്കാണ്. എന്താ വഹ്ശിക്ക് ഏറ്റവും ചെറിയ സ്ഥാനാവാൻ കാരണം? വഹ്ശി സ്വഹാബികളിൽ ഏറ്റവും കുറച്ച് നിസ്കരിച്ച ആളായതുകൊണ്ടല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ തൊട്ട് മുമ്പ് മുസ്ലിമായ സ്വഹാബികളുണ്ട്. റസൂലുള്ളാഹിന്റെ കൂടെ വളരെ കുറച്ച് സമയമേ നിസ്കരിച്ചിട്ടുള്ളൂ, അല്ലേ? അവർ പോലും വഹ്ശിയുടെ മുമ്പിലാണ്. എല്ലാം ചിന്തിക്കണേ, അവർ പോലും വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലാണ്. വഹ്ശി എന്തേ സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനമായത്? ഏറ്റവും താഴ്ന്ന സ്ഥാനം വഹ്ശിക്ക്. ഏറ്റവും താഴ്ന്ന സ്ഥാനം എന്ന് മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വഹ്ശി മോശക്കാരനാന്നല്ല. റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. എല്ലാവരും പറയൂ റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനം എന്തേ? അള്ളാന്റെ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിച്ചതാണ്. അല്ല, ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ മനസ്സ് വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടായി. അത് മഹാനവർകൾ മുസ്ലിമാകുമ്പോ ചെയ്തതല്ല, അമുസ്ലിമായിരുന്നപ്പോ ചെയ്തതാണ്. എന്താണ് ആ സംഭവം? ഉഹദിന്റെ രണഭൂമി, ബദറിന്റെ രണാങ്കണം കഴിഞ്ഞു. മക്കക്കാരായ മുശ്രിക്കീങ്ങൾ പരാജയം ഏറ്റുവാങ്ങി തിരിച്ചുപോയി ബദറിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ അവരൊരു പ്രതിജ്ഞ ചെയ്തു, ഇനി അനധിവിദൂരമല്ലാത്ത കാലത്ത് മുഹമ്മദിനോട് ഞങ്ങളൊരു യുദ്ധവും കൂടെ ചെയ്യും. ആ യുദ്ധത്തിൽ മുഹമ്മദിനെ ഞങ്ങൾ തറപറ്റിക്കും, മുഹമ്മദിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും. ഈ പ്രതിജ്ഞ എടുത്താണ് അവർ മക്കയിലേക്ക് തിരിച്ചുപോയത്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളും മക്കക്കാർ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ആ സമയത്താണ് അബൂ സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ ഒരുപാട് കുടുംബങ്ങൾ ബദറിന്റെ രണാങ്കണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിന്ദ് തന്റെ അടിമയായിരുന്ന വഹ്ശിയെ വിളിച്ചിട്ട് പറഞ്ഞു, വഹ്ശി, എന്റെ ഈ കഴിഞ്ഞ ബദർ യുദ്ധത്തിൽ എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകളെ കൊന്നുകളഞ്ഞത് മുഹമ്മദിന്റെ ഇളയപ്പയായ ഹംസയാണ്. അതുകൊണ്ട് ഇനിയൊരു യുദ്ധമുണ്ടാകുമ്പോൾ ഹംസയെ നീ വധിച്ചാൽ നീ അന്ന് മുതൽ സ്വതന്ത്രനാണ്. ഹിന്ദ് വഹ്ശിയോട് പറഞ്ഞു. അടിമയായിരുന്ന വഹ്ശിക്ക് തന്റെ സ്വാതന്ത്ര്യത്തിൽ മാത്രമായിരുന്നു ചിന്തയുണ്ടായിരുന്നത്. വഹ്ശിക്ക് അന്ന് മുതൽ അമ്പെയ്ത്തിൽ പരിശീലനം കൊടുത്തു. ഒരു കൊല്ലം നീണ്ട പരിശീലനമാണ്. ഉഹദിന്റെ യുദ്ധത്തിനായി മക്കക്കാർ പോകുമ്പോൾ ആ കൂട്ടത്തിൽ വഹ്ശിയുണ്ട്. ആ വഹ്ശിയുടെ ലക്ഷ്യം എന്താണ്? മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കറാർ ഹബീബായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവനായ ഹംസ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുക എന്നത് മാത്രമാണ് വഹ്ശിയുടെ മനസ്സിലുള്ളത്. ഉഹദിന്റെ രണഭൂമി നടക്കുന്നു, യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. അപ്പോഴൊക്കെയും വഹ്ശി ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. ആരെയും വഹ്ശിക്ക് ലക്ഷ്യമില്ല. ഹംസ റളിയല്ലാഹു അൻഹു വല്ലാതെ ഒരു പാറയുടെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്നു. വഹ്ശി കാത്തിരിക്കുന്നത് തന്റെ അവസരമാണ്.
യുദ്ധത്തിന്റെ ആദ്യ രംഗത്ത് മുശ്രിക്കീങ്ങൾ പരാജയപ്പെട്ട് പിന്തിരിഞ്ഞോടി. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പെയ്ത്തുകാരൻ നിർത്തിയിരുന്ന മലമുകളിലൂടെ ജബൽ മുറമാത്തിന് മുകളിലൂടെ ശത്രുക്കൾ കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനും സഹാബികൾക്കും നേരെ യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ രണ്ടാമത്തെ ഘട്ടത്തിലാണ് മഹാനായ സയ്യിദുൽ ശുഹദാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ശത്രുക്കൾ റസൂലുള്ളാഹിക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനെ ലക്ഷ്യം വെച്ച് പാഞ്ഞെടുക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് നിന്നു. റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന മുഴുവൻ അമ്പും തന്റെ കൈകൾ കൊണ്ട് മുഴുവൻ അതിക്രമങ്ങളും തന്റെ ശരീരം കൊണ്ട് തടുക്കുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ മുമ്പിലും ഇടത്തും വലത്തും പിന്നിലും നിന്ന് യുദ്ധം ചെയ്യുന്നു. മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു പാറയിൽ ഒളിച്ചിരിക്കുന്ന വഹ്ശി തന്റെ ചാട്ടുളി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ പ്രയോഗിച്ചത്. മഹാനവകരുടെ ശരീരത്തിൽ പോയിക്കൊണ്ടോ ചാട്ടുളി കൊണ്ടപാട് രക്തം ചേറ്റി ഒഴുകാൻ തുടങ്ങി. ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹദിന്റെ രണഭൂമിയിൽ ഷഹീദായി വീഴുകയാണ്. യുദ്ധം കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ റസൂലുള്ളാഹിക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാ സ്വഹാബികളെയും ഒരുമിച്ച് കൂട്ടും. ആരൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്, ആരൊക്കെയാണ് ഷഹീദായത്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശോധിക്കാറുണ്ട്. സ്വഹാബികളെ ബാക്കിയുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ ഐന അമ്മി ഹംസ, എന്റെ ഇളയപ്പയ ഹംസയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ ഷഹീദായവരുടെ കൂട്ടത്തിലാണോ? സഹാബികൾ പരസ്പരം നോക്കി. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. ഷഹീദായവരുടെ കൂട്ടത്തിൽ തിരയാൻ പറഞ്ഞു. മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം തിരിച്ചറിയുന്നത്. കണ്ണ് ചുഴന്നെടുക്കപ്പെട്ട, കാത് മുറിച്ചെടുക്കപ്പെട്ട, ചുണ്ടരിഞ്ഞെടുക്കപ്പെട്ട, ശരീരത്തിന്റെ മുഴുഭാഗങ്ങളും ഘട്ടം ഘട്ടമാക്കി മാറ്റിയ മഹാനായ സയ്യിദുൽ ശുഹദാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം റസൂലുള്ളാഹി കാണുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് കണ്ടപാടെ റസൂലുള്ളാഹി കരഞ്ഞുപോയി. ദേഷ്യം തീർക്കാൻ കഴിയാത്തത് കൊണ്ട് ചാട്ടുളി എടുത്ത് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചു കുത്തിപ്പിളർത്ത് കരൾ പുറത്തെടുത്ത് ചവച്ചു തുപ്പിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇരു കണ്ണിലൂടെയും കണ്ണുനീരിങ്ങനെ ധാരധാരയായി ഒഴുകുകയാണ്. എന്നിട്ട് പറഞ്ഞു, യർഹമില്ലാഹു ഹംസ, ഹംസക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അല്ലാഹു ഹംസ റളിയല്ലാഹു അൻഹുവിനെ കരുണ ചെയ്യട്ടെ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് പ്രാർത്ഥിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ ആളുകളും ഒന്ന് അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുന്നു. നമുക്ക് പരിപാടിക്ക് ആവശ്യമായ ചെലവൊക്കെ ബക്കറ്റിലൂടെ തന്നെ കിട്ടണം. എന്നാലേ ബാക്കി വരുന്ന എന്തെങ്കിലുമൊക്കെ, നിങ്ങൾ ഈ മുമ്പിൽ കാണുന്നില്ല ഒരു സാധനം, ഒരു ഫ്ലെക്സ് കണ്ടില്ലേ? കണ്ടോ? ഇതല്ല, ഇത് തൂവക്കുന്ന് യമാനിയാന്ന് എഴുതിയത്. ഒരു ഫ്ലെക്സ്, അത് യമാനിയക്ക് വേണ്ടി ബാംഗ്ലൂരിൽ നിർമ്മിക്കാൻ പോകുന്ന വാടക കെട്ടിടത്തിന്റെ ഫോട്ടോ ആണ് നൽകപ്പെട്ടിരിക്കുന്നത്. വീടുകളാണ്, 18ഓളം വീടുകൾ നിർമ്മിക്കുന്നുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിലായി 18ഓളം ഫ്ലാറ്റുകൾ നിർമ്മിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ പണി പൂർത്തിയായാൽ കണക്കാക്കുന്നത് ഏകദേശം നമ്മുടെ ധാരണയാണ് അല്ലേ, 1.5 ലക്ഷത്തിന് മുകളിൽ അല്ലേ വാടക മാസത്തിൽ കിട്ടും എന്നൊരു ധാരണ ആ വിഷയത്തിലുണ്ട്. മൊയ്തുവാജിക്കാർക്ക് ഉറങ്ങാൻ സമയമായിട്ടുണ്ട്. പോയിക്കോട്ടെ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവസാനത്തെ ദിവസം മൊയ്തുവാജിക്കുണ്ടാവും നമ്മളെ കൂടെ ദ്വാരക്കാൻ അല്ലേ, ഞായറാഴ്ച മറ്റന്നാൾ മൊയ്തുവാജിക്കാന്റെ ആമീൻ ആവശ്യമാണ്. കാരണം ധാരാളം സ്വതക്ക ചെയ്ത കയ്യാണത്. നമ്മുടെ ഈ സദസ്സിന് ആവശ്യമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈർ പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ഒന്ന് അകമണി നമ്മളെ പരിപാടിയുടെ ചെലവൊക്കെ ബക്കറ്റിൽ നമുക്ക് കിട്ടണം എന്ന് ഓർമ്മപ്പെടുത്തും. കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങളൊക്കെ കൊടുത്താൽ അതിൽ തന്നെ അടുപ്പോ ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കി തരട്ടെ. അങ്ങനെ നിർബന്ധിപ്പിക്കല്ല. കാരണം കരൽ പറിച്ചു കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. ഇതുവരെ നിങ്ങളോട് ഞാൻ പറയാൻ ഭയങ്കര ലജ്ജയുണ്ട് എനിക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ബാക്കിയായാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം. അല്ലാഹു ഖൈറാക്കി തരട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പിതൃവിനെ കൊന്നു. റസൂലുള്ളാഹി കരഞ്ഞത് ഈ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കാര്യത്തിലാണ്. ഈ വഹ്ശി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. നല്ല ശ്രദ്ധിക്കണുണ്ടെങ്കിൽ ഈ വഹ്ശി റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. മഹാനായ നബിയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്
അങ്ങയെ കണ്ണുനീര് കുടിപ്പിച്ച ആളാണ് ഞാൻ നബിയെ. അങ്ങയുടെ ഏറ്റവും പ്രിയപ്പെട്ട പിതൃവനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ് നബിയെ ഞാൻ. എനിക്ക് മാപ്പുണ്ടോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ശ്രദ്ധിക്കണം, നമ്മളൊക്കെയാണെ പറയണ്ട, എന്താ പറയാ, എനിക്ക് മാപ്പോ? ആരടി മണ്ണിൽ ഞാൻ എന്നെ കിടത്തിയിട്ട് ഞാൻ മണ്ണോട് ചേർന്ന് പോയാലും ഞാൻ പൊരുത്തപ്പെടൂല എന്നൊക്കെ പറയാ. ഈ നബി പറഞ്ഞു, വഹ്ശി അങ്ങേക്ക് മാപ്പുണ്ട്, അങ്ങേക്ക് മാപ്പുണ്ട്. ചില പുതിയാപ്പിളാരൊക്കെ തെറ്റും, പെൺമക്കളുടെ അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായി പിണങ്ങും. ദേഷ്യം പിടിച്ചാൽ പിന്നെ പറയും, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കാൻ പാടില്ല. പുതിയാപ്പിളക്ക് ഞാൻ മരിച്ചാൽ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ അകലാറുണ്ട്. ആ അകൽച്ചയായി തന്നെ നിർത്തുക. നിങ്ങൾ ചിന്തിക്കണം, ഏറ്റവും വലിയ റബ്ബിന് അള്ളാഹുവിന് തീരെ പൊരുത്തമില്ലാത്ത ഒന്നാണത്. പുണ്യ നബിയുടെ മാതൃക ചർച്ച ചെയ്യപ്പെടുന്ന മാസവും കൂടെയാണല്ലോ ഇത്. സൂറത്തുൽ ളുഹ മദ്ഹു റസൂലില്ലാഹി, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നിറഞ്ഞു കിടക്കുന്ന സൂറത്താണ് സൂറത്തുൽ ളുഹ. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ശിയോട് പറഞ്ഞു, വഹ്ശി നിങ്ങൾക്ക് മാപ്പുണ്ട്, നിങ്ങൾക്കും അല്ലാഹു പുറത്തു തരട്ടെ. ഓ എന്തൊരു വർത്താനം! വഹ്ശി റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, ഷഹാദത്ത് ചൊല്ലി വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. പക്ഷേ റസൂലുള്ള വഹ്ശിയോട് പറഞ്ഞു, വഹ്ശി നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുകയാണ്, പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഏത് സദസ്സിൽ എന്റെ സദസ്സിൽ വന്നിരിക്കുകയാണെങ്കിലും എന്റെ നോട്ടമിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കരുത്. എന്റെ നോട്ടം നിങ്ങളിൽ പതിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കരുത്. നിങ്ങളെ കാണുമ്പോൾ എനിക്കെന്റെ സ്നേഹനിധിയായ, എനിക്ക് വാപ്പയില്ലാത്ത, ജനിക്കുന്നതിന് മുമ്പേ വാപ്പയെ അല്ലാഹു തിരിച്ചു വിളിച്ചെന്നെ പരീക്ഷിച്ച, എന്റെ ജീവിതത്തിൽ എനിക്ക് സ്നേഹം തന്നെ എന്റെ സ്നേഹനിധിയായ എന്റെ എളുപ്പയെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു വഹ്ശി. അതുകൊണ്ട് നിങ്ങൾ എന്റെ നോട്ടം പതിക്കുന്ന സ്ഥലത്തിരിക്കരുത് എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കണം, സ്വഹാബികളിൽ ഏറ്റവും താഴ്ന്ന സ്ഥാനത്തേക്ക് വഹ്ശി റളിയല്ലാഹു അൻഹു, ഏറ്റവും ചെറിയ സ്ഥാനം സ്വഹാബികളിൽ താഴ്ന്ന സ്ഥാനം വഹ്ശി റളിയല്ലാഹു അൻഹുവിനാവാനുള്ള കാരണം പുണ്യനബിയെ വേദനിച്ചു. എപ്പോ അമുസ്ലിമായിരുന്ന സമയത്ത് ആ വേദന റസൂലുള്ളാഹിന്റെ ഖൽബിൽ നിന്ന് നീങ്ങിപ്പോകാത്ത വേദനയായി. നിങ്ങൾ ചിന്തിക്കൂ, ചെറിയ രീതിയിൽ ഒരു ആക്ഷേപം വന്നപ്പോഴേക്ക് പുണ്യനബിയെ സമാധാനിപ്പിക്കാൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുകയാണ്. ഇതാണ് രണ്ടാമത്തെ കാരണം. ശ്രദ്ധിക്കണം, ഈ സൂറത്തിറങ്ങാനുള്ള മൂന്നാമത്തെ കാരണം ചില മഹാന്മാർ വേറെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഉർവാ റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാനവർകൾ പറയാണ്, അബുദാ ജിബ്രീൽ അലൈഹിസ്സലാം അനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുത്ത് വരാൻ താമസിച്ചു. അതായത് ആദ്യം വഹി വന്ന് പിന്നെ വഹി നിലച്ചുപോയി. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയുമായി വരാൻ താമസിച്ചപ്പോൾ റസൂലുള്ളാഹിക്ക് ഒരു വല്ലാത്ത അസ്വസ്ഥത. പടച്ചോനെ, വഹി നിന്നുപോയോ, എന്റെ റബ്ബെന്നെ ഒഴിവാക്കിയോ, ഒരു വല്ലാത്ത അസ്വസ്ഥത. ഫഖാലത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഇന്നി അറാ റബ്ബക ഖദ് ഖലാക, അങ്ങയുടെ റബ്ബ് അങ്ങയെ ഒഴിവാക്കി എന്ന് തോന്നുന്നു. ആരെന്നെ പറഞ്ഞത്? ഖദീജ ബീവി തന്നെ പറഞ്ഞു. കാരണം റസൂലുള്ളാഹി ആദ്യത്തെ വഹി വന്നപ്പോ പേടിച്ചു വറച്ചു, വല്ലാത്തൊരു അസ്വസ്ഥതൊക്കെ ഉണ്ടായല്ലോ. അപ്പൊ ഖദീജ ബീവി പിന്നെ വഹി വരാൻ താമസിച്ചപ്പോ ഖദീജ ബീവിക്കും തോന്നിയുണ്ട്. അത് ആദ്യം തന്നെ വഹി വന്നപ്പോ ഈ വെപ്രാളവും വെത്തപ്പാടും ഒക്കെ കൂടി കണ്ടപ്പോ പിന്നെ അള്ളാഹു ഇനി അത് വേണ്ടാന്ന് തീരുമാനിച്ചോന്ന് ഖദീജ ബീവിക്കും തോന്നിപ്പോയി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ ഇന്നി അറാ റബ്ബക ഖദ് ഖലാഖ്, അല്ലാഹു അങ്ങയെ ഒഴിവാക്കി എന്ന് എനിക്ക് തോന്നുന്നു. മിമ്മാ യറാ മിൻ ജസഇക, അങ്ങയുടെ ഈ പ്രയാസവും ബേജാറും ഒക്കെ കണ്ടപ്പോ അല്ലാഹു അങ്ങയെ ഒഴിവാക്കി എന്നാ എനിക്കും തോന്നുന്നത്. ഉടനെ ഇറങ്ങി ഫനസല വല്ലുഹാ വല്ലൈലി ഇദാ സജാ, അപ്പോഴാണ് വല്ലുഹാ സൂറത്തിറങ്ങിയത് എന്ന് മൂന്നാമതായി ഇതിന്റെ രംഗം മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഉർവാ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് അങ്ങനെ. എന്നാൽ നമുക്ക് പഠിക്കാൻ പറ്റാവുന്ന ഏഴാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ ഏഴാമത്തെ വേറൊരു കാര്യം മഹാന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് ഉദ്ധരിക്കുന്നത്? ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹുവും ഇമാം തബറാനി റളിയല്ലാഹു അൻഹു ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ ഉമ്മി ഹഫ്സിൻ റളിയല്ലാഹു അൻഹ,
ഉമ്മു ഹഫ്സ് എന്ന മഹദിയാണ് അന്നുമ്മിഹ അവരുടെ മാതാവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ്. വകാനത്ത് ഖാദിമ റസൂലില്ലാഹി വകാനത്ത് ഖാദിമത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഹഫ്സിന്റെ മാതാവ് റസൂലുള്ളാഹിന്റെ വീട്ടിലെ സേവകയായിരുന്നു. അല്ലേ, ഖദ്ദാമ എന്നൊക്കെ പറയില്ലേ ഇപ്പൊ? അല്ലേ, ഖദ്ദാമ വിസ അങ്ങനല്ലേ പറയലേ? അല്ലേ, അതൊന്നും ഉണ്ടാവെക്കണേ. ഗൾഫിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ഇന്നങ്ങൾ പരീക്ഷിക്കാൻ തോന്നുന്നല്ലേ? ഖദ്ദാമ എന്നല്ല പറയാ, ഖദ്ദാമ എന്താ, വീട്ടിലെ സെർവന്റ്. അപ്പൊ ഈ കാലത്ത് മാത്രം അറബികൾക്കിടയിലുള്ള സ്വഭാവമല്ല, പണ്ടേണ്ടെന്ന്. ഉമ്മു ഹഫ്സിന്റെ മാതാവ് റസൂലുള്ളാഹിന്റെ വീട്ടിലെ ഖാദിമത്തായിരുന്നു. അന്ന ജർവൻ, മഹദി പറഞ്ഞു കൊടുക്കാണ് മോളോട്. അന്ന ജർവൻ, ഒരു നായക്കുട്ടി. നായ്ക്കുട്ടി എന്താ നിങ്ങൾ പറയാ? ഒരു നായയുടെ കുട്ടി, ഒരു കുട്ടി നായ, ചെറിയ കുട്ടി നായ, നായക്കുട്ടി. ദഖല ബൈതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കടന്നു. ശ്രദ്ധിക്കണേ, റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് കടന്നു. ഫദഖല തഹത സരീരി, വീട്ടിൽ കോടി കയറിയിട്ട് കട്ടിലിനടിയിൽ പോയി കടന്നു. അത് ഫമാത, ആ കട്ടിലിനടിയിൽ കിടന്നത് മരിച്ചുപോയി, ചത്തുപോയി. ഫമകഥൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർബഅത അയ്യാമിൻ ലാ യൻസിലു അലൈഹിൽ വഹ്യു, 4 ദിവസം റസൂലുള്ളാഹിക്ക് പിന്നെ വഹി ഇറങ്ങിയില്ല, ജിബ്രീൽ ആ വീട്ടിലേക്ക് വന്നില്ല. ഫഖാല, റസൂലുള്ള പറഞ്ഞു, യാ ഖൗല, ഖൗല മാ ഹദസ ലി ബൈതി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ എന്തേ സംഭവിച്ചത്? ജിബ്രീലു ലാ യതീനി, ജിബ്രീൽ വരുന്നില്ലല്ലോ, എന്തേ സംഭവിച്ചത് എന്ന് ഖദ്ദാമയായ ആളോട് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ഫഖുൽതു, ഉമ്മു ഹഫ്സിന്റെ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഖൗല പറയുകയാണ്, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ നബിയല്ലാഹ്, മാ അതൈനാ യൗമുൻ ഖൈറും മിന്നാ യൗം, ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു കഴിഞ്ഞ് തന്റെ കുപ്പായമെടുത്ത് അത് ധരിച്ചു. വഖറജ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ടു. ഫഖുൽതു ഫീ നഫ്സി, ഉമ്മു ഹഫ്സിന്റെ മാതാവ് പറയാൻ, ഞാൻ വിചാരിച്ചു, ലൗ ഹയ്യഅതുൽ ബൈത വകനസ്തുഹു, ഞാൻ വീടൊന്ന് വൃത്തിയാക്കിയാലോ എന്ന് ചിന്തിച്ചു, വീടൊന്ന് അടിച്ചു വാരിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. ചൂലുമായി ഞാൻ കട്ടിലിൻ തഹത സരീരി, കട്ടിലിനടിയിലേക്ക് ഞാൻ കുനിഞ്ഞു. അങ്ങനെ റൂം അടിച്ചു വൃത്തിയാക്കുമ്പോൾ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, കട്ടിലിന്റെ അടിയൊക്കെ അടിച്ചു വൃത്തിയാക്കണം. പെണ്ണുങ്ങൾക്കുള്ള പാടാ സൂറത്തുൽ ദുഹയിൽ. റൂം അടിച്ചു വൃത്തിയാക്കുമ്പോൾ കട്ടിലിന്റെ അടിയിൽ കുനിയാൻ വേണ്ടിയിട്ട് അടിക്കാതിരിക്കാൻ പാടില്ല, കട്ടിലിന്റെ അടിയിൽ അടിക്കണം. ഈ കട്ടിലിന്റെ താഴ്ഭാഗമല്ലേ അവിടെ അടിക്കണം. കാരണം നിങ്ങൾ പറയലെന്താ, ചിലന്തിക്കെന്താ നിങ്ങൾ പറയാ നാട്ടുഭാഷയിൽ? മണ്ണാൻ, വണ്ണാൻ ആയിക്കോട്ടെ, മണ്ണാൻ വല ആയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. ഈ വണ്ണാൻ വല കിട്ട കട്ടിലിനടിയിൽ, അതിൽ വണ്ണാനുണ്ടാവും. വണ്ണാൻ വിഷജന്തുവാണ്, കൊല്ലണ്ട. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണമായി വല കെട്ടി കൊടുത്തിട്ടുണ്ട് ഗുഹയുടെ മുഖത്ത്. വേദനിപ്പിക്കണ്ട, നമ്മളെപ്പോലെ ഭൂമിയുടെ ഒരു അവകാശം. പക്ഷേ രാത്രി കട്ടിലിന്റെ മുകളിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്, കടിച്ചാൽ വിഷമുണ്ടാവാൻ സാധ്യതയുണ്ട്. പുണ്യനബി പഠിപ്പിച്ചിട്ടുണ്ട്, കടന്നുറങ്ങുന്നതിന് മുമ്പ് വിരിപ്പൊക്കെ ഒന്ന് തട്ടിക്കുടയണം. എവിടെ സമയം? കാരണം തീരെ കണ്ടിട്ട് തന്നെ ഇങ്ങനെ ഉറങ്ങിയതാണ്, പിന്നീട് തട്ടിക്കുറങ്ങി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറഞ്ഞത് ഈ സൂറത്തിൽ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന്റെ കട്ടിലടിയിലേക്ക് ഞാൻ കുനിഞ്ഞു, ഇതിന് അടിക്കാൻ വേണ്ടി. ഫഇദാ ബിശൈഇൻ സഖീലിൻ, അപ്പോ ഘനമുള്ള എന്തോ ഒന്ന് ചൂലിൽ തടഞ്ഞു. ഫലം അസൽ ഹത്താ ഫലം യസൽ ഫലം അസൽ ഹത്താ ബദാലിയൽ ജറബു, അങ്ങനെ ഞാൻ ആ ചൂല് കൊണ്ട് ശക്തിയിൽ ഇങ്ങോട്ട് അടിച്ചെടുത്തപ്പോ ഈ നായക്കുട്ടിയാണ് പുറത്തേക്ക് വന്നത്, ചത്ത് കിടക്കുകയാണ്, മൈതൻ. ഫഅഖത്തുഹു ബിയദി, ആ നായക്കുട്ടിയെ ഞാൻ എന്റെ കൈ കൊണ്ടെടുത്തു. ഫഅൽഖൈതുഹു ഖൽഫൽ ജിദാർ, വീടിന്റെ ബേക്ക് ഭാഗത്തുണ്ട് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇടുന്നൊരു സ്ഥലം, അവിടെ ഞാൻ കൊണ്ടുപോയിട്ടു. നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സംഭവം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ള വീട്ടിലേക്ക് കയറി വരുന്നു. പുണ്യനബിയുടെ ശരീരം അങ്ങനെ വിറക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ താടിയെല്ലുകൾ വിറക്കുന്നുണ്ട്. വകാന ഇദാ നസല അലൈഹി അഖദതുഹു റഅദ, റസൂലുള്ളാഹിക്ക് വഹയി ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പുണ്യനബിയുടെ ശരീരം വിറക്കുമായിരുന്നു. ഫഖാല, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു, യാ ഖൗലാ ദത്തിരീനി ദത്തിരീനി, ഖൗല എന്നെ പുതപ്പെട്ട മൂടനെ എന്ന് പറഞ്ഞു. ഫഅൻസലല്ലാഹു അലൈഹി വന്നുഹാ വല്ലൈലി ഇദാ സജാ, അപ്പോഴാണ് അല്ലാഹു വന്നുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് ഇറക്കിയത്. അപ്പോ ഈ വഹി നിലച്ചു പോകാനുള്ള കാരണം വീട്ടിനകത്ത് ഈ നായയുടെ കുട്ടി ഉണ്ടായതാണ്, ചത്ത് കിടക്കുന്നതായിരുന്നു അതിന്റെ കാരണം എന്നാണ്. അപ്പൊ നായ ഉണ്ടായാൽ ആ വീട്ടിലേക്ക് ഉണ്ടെന്നില്ല, മലക്കുകൾ ഇറങ്ങില്ല. അപ്പൊ ചില ആൾക്കാരൊക്കെ ചോദിക്കും, അറബികൾ നായനങ്ങനെ മുമ്മൂട്ടി നടക്കണതാണ്, അറബികൾ ചെയ്യണ അതിന് തെളിവ് അങ്ങനെ നമുക്ക് പേച്ച്. ചില ആൾക്കാരുണ്ടല്ലേ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു ഷൂവിന്റെ മേലെ എങ്ങനെ തടവുന്ന, ഷോക്സിന്റെ മേലെ, അതുപോലെ എന്താ പറയാ, അറബികൾ അങ്ങനെ തടവില്ല, അറബികൾ അങ്ങനെ തടവില്ല എന്നുള്ളതാണോ ദീന് തെളിവ്? അതാണ് ഹുഫ തടവാന്നൊരു സംഗതി ഉണ്ട്. ഹുഫയല്ല ഷൂ, ഹുഫയല്ല ഷോക്സ്, അതൊന്ന് വേറെ നിബന്ധനകളുണ്ട് അതിന്. അറബികളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നായ. അവൻ പാശ്ചാത്യനെ കണ്ടുപിടിച്ചതാണ്. പാശ്ചാത്യന്റെ സംസ്കാരം അക്ഷരം പ്രതി ജീവിതത്തിലേക്ക് പകർത്തിയതാണല്ല. തത്തബിഉന്ന സുനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, നിങ്ങൾ ജൂത ക്രൈസ്തവരുടെ സംസ്കാരം അക്ഷരം പ്രതി നിങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന ഒരു കാലം വരുന്നുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടോളൂ. മഹാനായ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അസ്സബബു ഫീ കൗനി ജർവിൻ ഫീ ബൈതിഹി ലിൽ ഹസനി വൽ ഹുസൈൻ. ഈ പട്ടിക്കുട്ടി റസൂലുള്ളാഹിന്റെ വീട്ടുമായി പരിസരവുമായി ബന്ധപ്പെടാനുള്ള കാരണം എന്താ? ഈ പട്ടിക്കുട്ടി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയുടെ പട്ടിക്കുട്ടിയായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ രണ്ട് കുട്ടികൾ, നമ്മുടെ വീട്ടിലൊക്കെ പൂച്ചക്കുട്ടി കണ്ടിട്ടില്ലേ അല്ലേ? ചെറിയ കുട്ടികൾ പറയും, അത് ഓരോരുത്തർക്കും ഓരോ പേരൂട്ടുണ്ടാവും അല്ലേ? മാളു, മാല, ജെയ്സി, ജോൺസൺ, പല പേരുമാണ്. കണ്ടോ, വീട്ടിൽ സ്കൂളിൽ വന്ന സ്വന്തം കുട്ടിയെ വിളിക്കണ മാതിരിയാ പൂച്ചക്കുട്ടിനെ വിളിക്കുക. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കുട്ടികൾക്കും ഈ രണ്ട് മക്കളുടെയും നായക്കുട്ടിയായിരുന്നു ഇത്. ഫലമ്മാ നസല ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയപ്പോൾ, വഹയുമായി ഇറങ്ങിയപ്പോൾ, ആതബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബിയോട് പറഞ്ഞു, നബിയേ ഫഖാല അമാ അലിംത അന്നാ ലാ നദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ വലാ സൂറ. പട്ടിയും നായയും രൂപങ്ങളും ചിത്രങ്ങളുമുള്ള വീട്ടിലേക്ക് നമ്മൾ വരില്ല എന്ന് നബിയെ നിങ്ങൾക്കറിയില്ലയോ? അപ്പൊ ഞാൻ എന്തിനാ ഈ വിഷയം പറഞ്ഞത്? സൂറത്തുൽ ദുഹായുടെ ഭാഗമാണ്. ഞാൻ എന്തിനാണ് ഈ വിഷയം പറഞ്ഞത്? നല്ലോ ശ്രദ്ധിക്കണം. നായ, ചില ആളുകൾ 25 ലക്ഷത്തിന്റെ വീടെടുത്തു, 1 കോടിയുടെ വീടെടുത്തു, നല്ല ഷോക്കേസ്. ഷോക്കേസിന് ചെലവ് തന്നെ 35,800 റുപ്യ. എന്നിട്ട് ആ ഷോക്കേസിൽ കൊണ്ടേക്കണം എന്താ? നായനെ, നായക്കുട്ടിയെ ഗൾഫിൽ നിന്ന് വാങ്ങിക്കൊടുന്നത്. ജീവനുള്ള നായക്കുട്ടിയല്ല, ജീവനില്ലാത്ത രൂപം നായക്കുട്ടിയുടെ ചിത്രമുണ്ട് ഓന്റെ ഷോക്കേസിൽ. 8 റുപ്യ ഗൾഫിൽ നിന്ന് വാങ്ങിയിട്ട് അവന് കൊടുന്നപ്പോ എയർപോർട്ടിലെത്തിയപ്പോ ലഗേജ് കൂടുതലായിരുന്നു, 3 കിലോ. ആ 3 കിലോ നായക്കുട്ടിന്റെ 3 കിലോ. എന്നിട്ട് അവനോട് എയർപോർട്ടിൽ നിന്ന് ആള് പറഞ്ഞു, കൗണ്ടറിൽ ഇരിക്കുന്ന ആള് പറഞ്ഞു ഡ്യൂട്ടി കെട്ടണം. അപ്പൊ അവനെ കയ്യും കാലൊക്കെ പിടിച്ചിട്ടായി നായക്കുട്ടിനെ കൊടുന്നത്. എന്നിട്ട് അവൻ കൊടുന്നിട്ട് ഈ ഷോക്കേസിലാണ് കൊടുന്ന് വെച്ചത്. നായുള്ള വീട്ടിലേക്ക്, ചിത്രങ്ങളും രൂപങ്ങളുമുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടക്കില്ല എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആരാ പറഞ്ഞു കൊടുത്തത്? ജിബ്രീൽ തന്നെ പറഞ്ഞു, അങ്ങനെയുള്ള വീട്ടിലേക്ക് ഞങ്ങൾ വരൂല. അപ്പൊ പണ്ടൊരു കുട്ടിയുടെ വാപ്പ മരിച്ചുപോയി. വാപ്പ മരിച്ചപ്പോ ഇവന് ഭയങ്കര ടെൻഷൻ. വാപ്പയെ വല്ലാതെ സ്നേഹിക്കുന്ന ആളവൻ, വല്ലാത്ത സ്നേഹമാണ് ഇവന്റെ വാപ്പയോട്. ഭയങ്കര ടെൻഷൻ ഇവന്. ഈ ടെൻഷൻ എങ്ങനെ തീർത്തിട്ടും തീരുന്നില്ല. അവസാനം ഞാൻ ആലോചിച്ചു, പള്ളിയിൽ ഉസ്താദൊന്ന് വിളിച്ചുകൊണ്ടുവന്നൊരു യാസീനൊരു ദ്വാരിപ്പിക്കും, അവനെ മാനസികമായി വിഷമൊന്ന് തീരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പള്ളി പോയി, ഉസ്താദിനെ വിളിച്ചു കൊടുന്നു. ഉസ്താദ് വന്നു, വീട്ടിൽ ഇരുന്നു, സിറ്റൗട്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞു, ഉസ്താദിന് ദ്വാരക്കാൻ കൊടുന്നല്ലേ. അവൻ ആ സ്നേഹം കൊണ്ട് പറഞ്ഞു, ഉസ്താദ് റൂമിലേക്ക് കയറിയിരുന്നുള്ളൂ. എന്റെ റൂമിലേക്ക് ഉസ്താദിനെ കയറ്റിയിരുത്തി. ഉസ്താദ് റൂമിൽ കയറിയവിടെ പറഞ്ഞു, ഞാൻ ദ്വാരത്തില്ല, ഞാൻ ദ്വാരത്തിട്ടൊരു കാര്യമില്ല, ഞാൻ ദ്വാര ചെയ്തിട്ട് എവങ്ങനെ ആമീന്റെ ഉത്തരം കിട്ടാൻ ഈ വീട്ടിൽ മലക്കിറങ്ങൂല. ഈ കുട്ടി ബേജാറായി. ഉസ്താദെ, എന്റെ വാപ്പാക്ക് ദ്വാരിപ്പിക്കാൻ കൊടുന്ന ഞാൻ, നിങ്ങളെന്താ മലക്കിറങ്ങൂല എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഇവന്റെ റൂം നോക്കുന്ന സമയത്ത് എന്റെ റൂമിൽ മുഴുവൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മറ്റേ എന്തിനാ ജഡേജ അല്ലെ, പിന്നെ കുറെ ആൾക്കാരുണ്ട്, ഓലൊക്കെ ഫോട്ടോ ഉണ്ട്.
ഒരാൾ ബാറ്റ് ഇങ്ങനെ പിടിച്ചിരിക്കണ്, വേറെ ആൾ കയ്യിൽ ബോൾ ഇങ്ങനെ പിടിച്ചിട്ട് ബൗളിങ്ങിന് വേണ്ടി റെഡിയായി നിൽക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ ചിത്രവും കോലമൊക്കെ കൂടി കണ്ട പുസ്തകം ദേഷ്യം പിടിച്ചു പറഞ്ഞു, ചിത്രങ്ങളുള്ള വീട്ടിലേക്ക് മലക്കിറങ്ങൂല. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, ഉസ്താദെ പിന്നെ മെനിഞ്ഞാന്നിന്റെ വാപ്പന്റെ റൂഹ് പിടിച്ചത് നിങ്ങളാ, മലക്കുകളല്ലേ? എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല എന്നാണ്. റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങില്ല. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് പറഞ്ഞു കൊടുത്തത്. ഇനി കേട്ടോളൂ. അപ്പൊ ഏഴാമത്തെ കാര്യം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വല്ല ജീവനുള്ള വസ്തുക്കളുടെയും ചിത്രങ്ങളോ കോലങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞു പോയ പാടെ ഇതെടുത്തിട്ട് നിങ്ങൾ നശിപ്പിച്ചു കളയണം, അല്ലെങ്കിൽ വന്ദിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്നതിന് മാറ്റിവെക്കണം. നിലത്തൊക്കെ അതിന് കുഴപ്പമില്ല, കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു, അതിന് കുഴപ്പമില്ല. അത് ചളിയിലും നിലത്തൊക്കെ ഇങ്ങനെ കരണ്ട് പുരളുന്ന കോലത്തിലാണ്. വന്ദിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ കയറ്റി വെക്കരുത്. ജീവനുള്ള ഒരു വസ്തുവിന്റെയും ചിത്രമോ കോലമോ വീട്ടിലുണ്ടായാൽ മലക്കുകൾ ആ വീട്ടിലേക്ക് ഇറങ്ങുന്നതല്ല. എട്ടാമത്തെ കാര്യം പഠിച്ചോളൂ, സൂറത്തുൽ ഹയുടെ പാഠമാണ്. എന്താണ് ഈ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി പിന്താനുണ്ടായ കാരണം എന്താണ്? ഇതാ ശ്രദ്ധിക്കേണ്ടോ. റസൂലുള്ളാഹിക്ക് വഹയി ഇറങ്ങാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ മുശ്രിക്കുകൾ വന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ജൂതന്മാർ വന്നു. ജൂതന്മാരൊക്കെ വന്നിട്ട് റസൂലുള്ളാഹിക്ക് വഹയി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഇവർ പരിശോധിക്കാൻ തീരുമാനിച്ചു. റസൂലുള്ളാഹിനെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വഹയി തന്നെയാണോ? മൂസ അലൈഹിസ്സലാമിനെ പോലെ ഇദ്ദേഹവും പ്രവാചകൻ തന്നെയാണോ? അവരെ പരിശോധിക്കാൻ തീരുമാനിച്ചു. അവർ വന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, അനിർ റൂഹി, നബിയോട് വന്നിട്ട് ചോദിച്ചു, മുഹമ്മദേ റൂഹിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ നിന്റെ റബ്ബ് റൂഹിനെ കുറിച്ച് നിന്നോട് പറഞ്ഞു തന്നത്? ദുൽഖർനൈനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഞങ്ങൾ നിന്നോട് വിശ്വസിക്കാം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ജൂതന്മാരോട് പറഞ്ഞത്രേ, സഉഖ്ബിറുകും ഗദാ, ഞാൻ നാളെ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള വിവരം പറഞ്ഞു തരാം. റസൂലുള്ളാഹി മനസ്സിലാക്കിയത് എന്താ? അള്ളാഹു അറിയിച്ചു തരും, അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ റസൂലുള്ളാഹി അവരോട് പറഞ്ഞതോ, സഉഖ്ബിറുകും ഗദാ, നാളെ ഞാൻ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള വിവരം പറഞ്ഞു തരും എന്ന് റസൂലുള്ളാഹി അവരോട് പറഞ്ഞു. വലം യഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ല. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി വരാൻ താമസിച്ചു പോയി. വഹയി വരാൻ താമസിച്ചു പോകാനുള്ള കാരണം പറഞ്ഞെന്താ? ഇൻഷാ അല്ലാഹ് സൗഖ്ബിറുക്കും, ഇൻഷാ അല്ലാഹ് നാളെ ആവട്ടെ, ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞതിന് പകരം ഞാൻ നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് എന്ന് പറയാത്തത് കൊണ്ട് വഹയി താമസിച്ചു. എത്ര ദിവസം? 12 ദിവസം, അല്ലെങ്കിൽ 20 ദിവസം, അല്ലെങ്കിൽ 40 ദിവസം. അതായിരുന്നു വഹയി പിന്തിപ്പോകാനുള്ള കാരണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ജീവിതക്രമത്തിൽ എത്ര കാര്യം പറയാൻ നമ്മൾ. അതോ എന്തായാലും 18-ാം തീയതി ഉറപ്പാണ്. എന്ത് 18-ാം തീയതി ആയപ്പോഴാണ് ഓൻ അറിയണേ ആ പൈസ മറ്റൊരാൾക്ക് കിട്ടിയിട്ടില്ല. എന്തേ ഇപ്പൊ മറ്റൊരാളോട് ഞാൻ തരാന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല. നീ ഇൻഷാ അല്ലാഹ് ഉണ്ടാവുക മുടങ്ങിപ്പോയിട്ടുണ്ടാവുക. വഹയി പോലും ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നിട്ട് പിന്തിപ്പോയെങ്കിൽ. എട്ടാമത്തെ പാഠം നമ്മൾ പഠിക്കേണ്ടത്, ഏതു കാര്യം ഞാൻ നാളെ ചെയ്യുമല്ലെങ്കിൽ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഖദാ ഖദർ അതിനോട് ചേർന്നാൽ എന്ന് പറയാൻ മറന്നു പോകരുത്. അല്ലാഹുവിന്റെ മശീയത്തുണ്ടായാൽ എന്ന് പറയാൻ മറന്നു പോകരുത്. സൂറത്തുൽ ദുഹ പഠിപ്പിക്കുന്ന എട്ടാമത്തെ പാഠം അതാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ. ولا تقولن لشيء إني فاعل ذلك غدا إلا أن يشاء الله. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഹബീബായ നബിയേ, വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലുൻ ദാലിക ഗദാ, ഏതൊരു കാര്യവും നാളെ ഞാൻ ചെയ്യുമെന്നങ്ങ് പറയരുത്. ഇല്ലാ അൻ യശാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എട്ടാമത്തെ പാഠമാണ് സൂറത്തുൽ ദുഹയിൽ നിന്ന് നമ്മൾ ഈ പഠിക്കുന്നത്. ഇങ്ങനെ ഈ സൂറത്തിറങ്ങാൻ പല കാരണങ്ങളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സൂറത്തിലേക്ക് ഇറങ്ങുകയാണ്. ഒരു 3 സ്വലാത്ത് ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം,
അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മൾ പറയില്ല, കാരണം അത് സൂറത്തുൽ ദുഹയിൽ പറയേണ്ടതല്ല, ഫാത്തിഹ പറയുമ്പോൾ പറയേണ്ടതാണ്. ഫാത്തിഹ നമ്മൾ ഏതെങ്കിലും ഒരു കൊല്ലം പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഴയ മനുഷ്യനായില്ലേ, പുതിയ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഓലൊക്കെ കൊണ്ടുവരുന്നങ്ങൾ പഴയ ആളുകളൊക്കെ മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ മാറ്റണം, പുതിയത് അങ്ങനെ ഉണ്ടാവില്ല ഒരു പൂതി. നിങ്ങളല്ല പറയുന്ന ആൾക്കാര് നടത്തുന്നതിൽ പെട്ടെന്ന് പുതിയതേ പറ്റൂല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറാക്കി തരട്ടെ. ഉറക്കെ പറയൂ, അല്ലാഹു ഖൈറാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും കൊല്ലം നമുക്ക് അവസരം ഉണ്ടെങ്കിൽ ഫാത്തിഹ നമ്മൾ ഒരു തവണ പറയും. ഫാത്തിഹ പഠിക്കണം. പഠിക്കാത്തതാ പല വിഷയത്തിലുള്ള തകരാറ്. പഠിക്കാതെ പറഞ്ഞത് കൊണ്ടാണ് പലർക്കും തെറ്റിപ്പോയത്. അല്ലാഹു നേരായി വഴി നമുക്ക് കാണിച്ചു തരട്ടെ. അതുകൊണ്ട് അടുത്ത സൂറത്തുൽ ദുഹയിലെ 1-ാമത്തെ ആയത്തിലേക്ക് കിടക്കുകയാണ്. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى. ഓരോ ആയത്തിനും കിൻഡൽ കണക്കിന് ഭാരമാണ്. ഓരോ ആയത്തിനും കിൻഡൽ കണക്കിന് ഭാരം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആയത്തിൽ തന്നെ 100,000 സംഗതികളാണ് അല്ലാഹു പറഞ്ഞത്. 100,000 സംഗതികൾ 3 ദിവസം കൊണ്ട് സൂറത്തുൽ ദുഹ എങ്ങനെ പറഞ്ഞു തീർക്കാൻ? إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا. പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് നബിയോട്, എന്താ ഈ ഖുർആന് താങ്ങാൻ, നബിയെ അങ്ങേക്ക് ശക്തി ഉണ്ടാകാൻ അങ്ങ് ചെയ്യേണ്ടത്. യാ അയ്യുഹൽ മുസ്സമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. ഹബീബായ നബിയെ, നിങ്ങൾ രാത്രി എഴുന്നേൽക്കണം, നിസ്കരിക്കണം, ഖുർആൻ ഓതണം. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. വളരെ ഭാരമുള്ള വചനങ്ങളാണ് നബിയെ അങ്ങയുടെ മേൽ നാം ഇറക്കുന്നത്. ഭയങ്കര ഭാരാണ് ഖുർആന്റെ ആയത്തിന്. ഖുർആൻ തന്നെ പറഞ്ഞില്ലേ വേറെ സ്ഥലത്തിൽ, വൻസൽനാ ഹദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ലൗ അൻസൽനാ ഹദൽ ഖുർആന അലാ ജബൽ, ഈ ഖുർആനിനെ നമ്മുടെ ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഇറക്കുന്നതെങ്കിൽ ലറഅയ്തഹു ഖാശിഅൻ, ആ പർവ്വതം അങ്ങനെ പേടിച്ച് വിറക്കുന്നത് ഹബീബായി നബി അങ്ങേക്ക് കാണാമായിരുന്നു. മുത്തസദ്ദിഅൻ, അതിങ്ങനെ ചിന്ന ഭിന്നമാകുന്നതും അങ്ങേക്ക് കാണാമായിരുന്നു. ഖാശിഅൻ മുത്തസദ്ദിഅ മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചിട്ട് ആ പർവ്വതം പേടിച്ചു വിറക്കുന്നത് അങ്ങേക്ക് കാണാമായിരുന്നു നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ മലന്റെ മുകളിലാണ് ഇറക്കണതെങ്കിൽ മല പോലും പേടിച്ചു വിറച്ചു പോകും. അപ്പൊ ഈ ഖുർആൻ നല്ല മട്ടത്തിൽ ഓതാൻ പറ്റുന്ന ഒരാള്, പിശാചു ബാധ ഏറ്റ ഒരാളുടെ അടുത്ത് നീ ഖുർആനായിട്ട് ഓതാൻ തുടങ്ങിയാൽ മതി, മല പോലും വിറക്കുമെങ്കിൽ പിന്നെ പിശാചു വിറക്കൂലേ? വിറച്ചിട്ട് ഓടാൻ തുടങ്ങുമോ? അതിന് നമ്മൾ ഓത്താണ്ടേ? നമ്മൾ ഓതുന്ന രീതിയിലാവണ്ടേ? ഓതുന്ന രീതിയിൽ ഓതേണ്ട ഒരാൾ ഓതിയ ഒരു പിശാചും ഭൂമിയിൽ എവിടെ ഉണ്ടാവില്ല. പിന്നെ ഒരു മണ്ണനെയും പറയണയും ചരിഞ്ഞു പോണ്ട. ഖുർആൻ കൊണ്ട് ചികിത്സിച്ചാൽ പോകാത്തൊരു ശൈത്താനും ഇല്ല. ഖുർആൻ കൊണ്ട് ചികിത്സിച്ചാൽ പോകാത്തൊരു പിശാചുമില്ല. പിന്നെ രാമന്റെ അടുത്ത് പോകണ്ട. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ എന്തിനാണ് ശിർക്ക് തേടിപ്പോകുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ഖുർആന്റെ മുമ്പിൽ മല പോലും പേടിച്ചു വിറച്ചു പോവും, ഹിമാലയം പോലും പേടിച്ചു വിറക്കും. അതിനേക്കാളും വലുതാണോ പിശാച്? അല്ലല്ലോ. അല്ലാഹു ബോധം തരട്ടെ. ഒക്കെ പറയൂ, അല്ലാഹു ബോധം തരട്ടെ. വേഗം കിടക്കാം. വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ലുഹാ സമയത്തെ തന്നെയാണ് സത്യം. എന്താ ലുഹ എന്ന് പറഞ്ഞാൽ? ഒന്ന് പഠിക്കാൻ നമുക്ക്. ലുഹ എന്ന് പണ്ടേ പറയാറുണ്ട് അല്ലേ? ലുഹാ സമയത്തെ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ സജാ, രാത്രി ഇരുൾ മുറ്റിയതായാൽ. ഞാൻ എന്റെ മട്ടത്തിൽ ഒരു തഫ്സീറാണ് പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? വേഗം പോകുന്ന എന്താണ് ലുഹ എന്ന് പറഞ്ഞാൽ? അൽ മുറാദു വഖ്തുൽ ലുഹ,
ളുഹാ സമയം എന്നാണ് ളുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. ആരായി സത്യം ചെയ്യുന്നത്? ആരാ സത്യം ചെയ്ത് പറഞ്ഞേ? അങ്ങോട്ട് ശ്രദ്ധിക്കുക. ആരാ സത്യം ചെയ്ത് പറഞ്ഞേ? അല്ലാഹു സത്യം ചെയ്യാണ്. ളുഹാ സമയത്തെ തന്നെയാണ് സത്യം. ളുഹ എന്ന് പറഞ്ഞാൽ ആ സമയം ഏതാണ്? വഹുവ സദറുൻ നഹാരി, പകലിന്റെ തുടക്കം. സദറുൻ നഹാർ, നമ്മളെ സദർ എവിടെ? നെഞ്ച്, ഹൃദയം അല്ലെ? സദറുൻ നഹാർ, നമ്മുടെ സദർ ഇവിടെ സദറുൻ നഹാർ. അതേപോലെ പകലിന്റെ സദറാണ് ളുഹാ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് കുറച്ച് സമയം കഴിഞ്ഞാൽ. അത് പറഞ്ഞാൽ ഹീന തർതഫിഉ ശംസു, സൂര്യൻ ഉദിച്ചിട്ട് ഇങ്ങനെ പൊങ്ങി വരുമ്പോ വതുൽഖി ശുആഅഹാ, സൂര്യപ്രകാശത്തിന്റെ രശ്മി ഭൂമിയിലേക്ക് വരാൻ തുടങ്ങുമ്പോ, രാവിലെ തന്നെ ഉദിക്കുന്ന സൂര്യൻ ഇതുണ്ടാവൂല, രശ്മി ഉണ്ടാവും പക്ഷെ നമ്മൾ കാണൂല. ആ രശ്മി ഇത് വരും, അതിന്റെ പവർ ഇങ്ങോട്ട് എത്താനായിട്ടില്ല. അപ്പൊ കുറച്ച് ഉയർന്ന് ഇങ്ങനെ പൊങ്ങിയിട്ട് അതിന്റെ രശ്മി ഭൂമിക്ക് വരാൻ തുടങ്ങുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 8, 9, 10 അല്ലെ, ഒരു 8 അങ്ങനൊക്കെ അല്ലെ, ഒരു 8, ഒരു 8, 8:30, 8:30, 9 ഇങ്ങനെ ആ സമയം സദറുൻ നഹാർ. അപ്പൊ കുച്ചടിക്കാൻ ഉസ്താദ് ഏതാ സമയം? ആചാര്യനോടല്ലേ ചോദിക്കണ്ടേ? ആചാര്യ വരെ 12:31 മുഹൂർത്തം. എന്താ മുഹൂർത്തം മുസ്ലിമിന്? എന്ത് മുഹൂർത്തം എന്റെ സഹോദര? സദറുൻ നഹാർ, അല്ല സത്യം ചെയ്ത് പറഞ്ഞൊരു സമയമാണ്. ഇപ്പൊ ശ്രദ്ധിക്കണം, ആ സമയം ഏറ്റവും നല്ല സമയമാണ്. ആ സമയത്തിന് പ്രാധാന്യമുണ്ടോ? ഞാൻ പറഞ്ഞു തരാം. നിക്കാഹ് നടത്താൻ പറ്റുന്ന ദിവസം ഏതാ? വെള്ളി. നിക്കാഹിന് പറ്റുന്ന ദിവസം ഏതാ? ഓർക്കണ പറയും, വെള്ളി. മാസം ഏതാ? ഏപ്രിൽ ഉസ്താദേ. എന്താ സ്കൂൾ അവധി എപ്പോഴാണ്? ഏപ്രിലല്ല, ശവ്വാൽ. നിക്കാഹിന് നല്ല മാസം ശവ്വാലാണ്. നിക്കാഹിന് നല്ല ദിവസം വെള്ളിയാണ്. വെള്ളിയിൽ തന്നെ ദുഹാ സമയമാണ്. നമ്മൾ അല്ല പറഞ്ഞൊന്നുമല്ലല്ലേ പരിഗണിക്കുക. നിങ്ങളല്ല കേട്ടോ, ദുവക്കുന്നാരല്ലേ, പരിസരത്തുള്ളവരല്ല. മുസ്ലിം ഉമ്മത്ത് അങ്ങനെയായി. മുസ്ലിം ഉമ്മത്ത് ഇപ്പൊ പരിഗണിക്കപ്പെടാ കട അവധിയുള്ള ദിവസം ഞായറാഴ്ചയാണ്. അതാ നമ്മൾ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന ദിവസം ഞായറാണ്. നമ്മളെ സൗകര്യം ഞായറാണ്. പുതിയാപ്പിളാർ വരാൻ അവർക്കൊക്കെ സൗകര്യം ഞായറാണ്. ഇങ്ങനെ നമ്മൾ പോയത് തീരൂലെന്ന് എനിക്ക് തോന്നണം. 3 ദിവസം മതിയാവില്ല, നമ്മളെ വയലിൽ നീട്ടിക്കൊണ്ടുപോയി. പക്ഷെ പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഓരോ ആയത്തിലും അള്ളാഹു 100,000 കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ ആലോചിക്കാം, കഴിഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാരായിരുന്നവർ കടന്നു വന്നിരുന്നെങ്കിൽ ഇന്ന് ചില ആൾക്കാരൊക്കെ നീച്ചെന്ന് പറയില്ലേ? ഇമാം ഷാഫിയോ അയാളൊന്നും തിരിയാത്താണ്. ഇമാം അബൂ ഹനീഫെ അയാൾക്കൊരു മണ്ണാങ്കട്ടിയും തിരിഞ്ഞിട്ടില്ല. പിന്നെ ഇവനാ തിരിഞ്ഞത്. ഡിക്ഷണറി നോക്കി വായിച്ച ഇവനാ മനസ്സിലായത്. സമയത്തെ തന്നെയാണ് സത്യം. അപ്പൊ അതാണ് സമയം, ദുഹായുടെ സമയം. ആ സമയത്തെ തന്നെയാണ് സത്യം. ഒന്ന് നടക്കട്ടെ. അല്ലെങ്കിൽ ഇതുകൊണ്ട് ഉദ്ദേശം ദുഹ എന്നാണ് അള്ളാഹു പറഞ്ഞതെങ്കിലും പകൽ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അങ്ങനെ പറയാറുണ്ട്. ഒരു സംഗതി നമ്മൾ പറയുമ്പോൾ അതിന്റെ അല്പേ നമ്മൾ പറയുള്ളൂ, എന്നാൽ അത് മുഴുവൻ നമ്മൾ എന്താവും? ഉദ്ദേശിക്കും അല്ലേ? അത് മുഴുവൻ നമ്മൾ ഉദ്ദേശിക്കാറുണ്ട്. അങ്ങനല്ലേ? ഈ പരിപാടിന്റെ നോട്ടീസ് പാനൂർ ടൗണിൽ ഒട്ടിച്ചോന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പം പറഞ്ഞ പാനൂർ ടൗണിൽ ഞാൻ ഒരു സൈറ്റ് ഉണ്ട്, അവിടെ പോയി ഒട്ടിച്ചു പോകുന്നു ഒരു സ്ഥലത്ത്. ഈ പറഞ്ഞ ആള് പാനൂർ ടൗണിൽ ഒട്ടിച്ചോന്ന് വെച്ചാൽ ഒന്നൊട്ടിച്ചോന്നല്ല ആൾ ഉദ്ദേശിച്ചത്, പാനൂർ ടൗണും പരിസരത്തു നിന്നാണ്. അത് നമ്മൾ പറയുമ്പോൾ തന്നെ ചില കാര്യത്തിലൊക്കെ നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കാറുണ്ട്. അതേപോലെ അല്ലാഹു പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം പകൽ എന്നാണ്. അപ്പൊ പകലിനെ തന്നെയാണ് സത്യം, അങ്ങനെയായി അർത്ഥം. അല്ലെങ്കിൽ ദുഹാ സമയം തന്നെയാണ് സത്യം. പകലാണ് എന്ന് വെച്ചാൽ തന്നെ പകലിലെ ദുഹാ സമയം ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത്. ശ്രദ്ധിക്കണേ, പകലിലെ ദുഹാ സമയം ശ്രദ്ധിക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അതാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. പടച്ചോനെ, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും, അവർ പ്രഭാതത്തിൽ ചെയ്യുന്ന കാര്യത്തിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പുണ്യനബി ആ സമയത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ മിനിറ്റ് ഇനി ബാക്കിയുള്ളൂ 10 മണിക്ക്. ഒരേ ഒരു മിനിറ്റ്. രാത്രിയെ തന്നെയാണ് സത്യം. രാത്രി അടങ്ങിയാൽ, ഒന്നുകിൽ അങ്ങനെയാണ് അതിനർത്ഥം. ശ്രദ്ധിക്കണേ, ഇവിടെ കുറെ കാര്യങ്ങൾ പറയണം. ഞാൻ ഒന്ന് പറഞ്ഞാൽ തീരൂല. ഞാനൊന്ന് ഒന്ന് 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 എന്തായാലും പറയുമ്പോൾ ഒന്ന് തുടക്കം കുറിച്ച് നിർത്തുകയാണ്. കുയ്യാട്ട കീറാന്നറിയില്ല, പണി തുടങ്ങി വെക്കുകയാണ്. തുടക്കം കുറിച്ച് നിർത്താൻ പോവാണ്. വല്ലുഹാ വല്ലൈലി നാളെ ഇവിടുന്ന് അങ്ങോട്ട് പറയും ഷാമ. നാളെ നമ്മൾ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തത് അനാഥൻ സനാഥനാണ്. ആ ആയത്തിലേക്ക് നാളെ എത്താൻ കഴിയുമെന്ന് കരുതിയിട്ടാണ് ആ തലക്കെട്ട് നമ്മൾ കൊടുക്കുന്നത്. അനാഥൻ സനാഥനാണ്. രാത്രിയെ തന്നെയാണ് സത്യം. ഇദാ സജ, രാത്രി അടങ്ങിയാൽ. രാത്രി അടങ്ങാന്ന് പറഞ്ഞുകൊണ്ട് എന്താ ലക്ഷ്യം? രാത്രി എല്ലാം അടങ്ങല്. രാത്രിയിൽ എല്ലാ വസ്തുക്കളും അടങ്ങലാണ്. നേരെ മേലോട്ട് പോയി, എല്ലാവരും നേരെ മേലോട്ട്. ആ തെങ്ങിലേക്ക് നോക്കൂ. തെങ്ങ് കണ്ടോ? നിങ്ങളെന്താ നോക്കാത്തെ? ഞാൻ നിങ്ങളെ വേറെ പണി പറ്റിക്കാനല്ല, നിങ്ങളെ പോക്കറ്റിൽ കയ്യിടാനുമല്ല. നേരെ എല്ലാവരും തെങ്ങിലേക്ക് നോക്കൂ. ആ തെങ്ങിന്റെ പട്ട അനങ്ങുന്നുണ്ടോ? അനങ്ങുന്നുണ്ടോ? നിങ്ങൾ മിണ്ടാത്തെ? അനങ്ങുന്നുണ്ടോ? ഇല്ല, നിശ്ചലാണ്. നിശ്ചലം. നോക്കൂ നിങ്ങൾ, ഒരു ചെറു അനക്കം പോലും ഇല്ലല്ലോ. ആ തെങ്ങിന്റെ പട്ടയിലെ ഓലയുടെ തുഞ്ചം എത്ര ചെറുതാണ്. ചെറിയ ഒരു കാറ്റുണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ ചെറുങ്ങനെ അനങ്ങുമായിരുന്നു. നിശ്ചലമാണ്. തൊട്ടടുത്ത വൃക്ഷങ്ങൾ നോക്കൂ, ഒക്കെ നിശ്ചലമാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോയിട്ട് ഈ മൈക്കൊക്കെ ഓഫാക്കി, ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇവിടെ നോക്ക്, ഒരു ശബ്ദം പോലുമില്ല, ഒക്കെ നിശ്ചലമാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? രാത്രി എല്ലാവരും അടങ്ങേണ്ട, ഒതുങ്ങേണ്ട സമയമാണെന്നാണ്. രാത്രി എല്ലാവരും അടങ്ങി ഒതുങ്ങേണ്ട സമയമാണ്. എന്നാ ഈ ഉമ്മത്ത് അതിനെ തകിടം മറിച്ചു. ഫുട്ബോൾ മാച്ച് പോലും നടത്തുന്നത് രാത്രിയിലാണ്. ബാക്കി ഞാൻ നാളെ പറയും. ഇതിൽ പഠിക്കാൻ കുറെ കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. സൂറത്തുൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് തീരണം എന്നില്ല, തീരുക എന്നുള്ളതിലല്ല പ്രശ്നം. പറയുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട പോലത്തിലാണ് പറയാന്നുള്ളതാണ്. അപ്പൊ എല്ലാം അടങ്ങണം എന്നാണ്. രാത്രിയായാൽ അടങ്ങുക എന്നതാണ് റബ്ബിനിഷ്ടം. രാത്രി ഇങ്ങനെ റൂട്ടിലൂടെ നടക്കുക. പോലീസുകാരിങ്ങനെ രാത്രി പെട്രോളിംഗ് നടത്തുന്നു. എന്തിനാ? ഏതെങ്കിലും ചെറുപ്പക്കാരൊക്കെ ഇരിക്കണ്ടോ നോക്കാം. അപ്പണ്ട് കുറെ കുട്ടികൾ ഇരുട്ടത്തിരിക്കണം. രാത്രി ഞാൻ വീട്ടിൽ പോയി ഇതുങ്ങണം. പ്രകൃതിയിലെല്ലാം രാത്രിയാകുമ്പോൾ അടങ്ങുന്നു. വൃക്ഷം പോലും, നിങ്ങൾ വേറെ ചില വൃക്ഷങ്ങൾ കണ്ടാ അറിയാം, വൈകുന്നേരം ആകുമ്പോ തന്നെ അസ്തമിക്കുന്നതോട് കൂടെ തന്നെ ഓല് ആ ഇലകളൊക്കെ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ടാവും. എന്താ? ഉറങ്ങുക. وجعلنا نومكم سباتا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا. എന്റെ മുമ്പ് وجعلنا الليل لباسا وجعلنا النهار معاشا. രാത്രി നാം നിങ്ങൾക്ക് വസ്ത്രമാക്കിയിരിക്കുകയെന്ന് പറഞ്ഞ എന്താ അർത്ഥം? وجعلنا الليل لباسا, രാത്രി നിങ്ങൾ അടങ്ങി ഒതുങ്ങേണ്ട സമയമാണ്. അപ്പൊ അങ്ങനെ പളവളക്കേണ്ട സമയമല്ല. എന്താ പണി? ഒരു പണിയില്ലേ. ഓനെ പോണാണ്ടാവുന്നു. ഓന് വല്യാപ്പ മരിച്ചിട്ട് പാപ്പാക്ക് അറ്റാക്കായി ഹോസ്പിറ്റലിൽ കൊണ്ടാൻ പോകുന്ന തോന്നുന്നു. ഓൻ പോണുണ്ടായി. മറ്റേ രാത്രി ഇവിടെ പോയിട്ട് ഓനെന്താ പണി? ഒന്നുമില്ല. ഓൻ ആടെ തുവക്കുന്നിൽ തുവക്കുന്നെന്ന് പറയണ്ടല്ലേ, കൂത്തുറമ്പിൽ കുറച്ച് നിന്ന്, അവിടുന്ന് പോയി കതിരൂർ കുറച്ച് നിന്ന്, പിന്നെ തലശ്ശേരി പോയി കുറച്ച് നിന്ന്. ഓനെന്താ പണി? ഒന്നുമില്ല. എന്നിട്ടോ രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇങ്ങനെ കയറി ഒന്ന് വീട്ടിൽ. എന്നിട്ടോ നീക്കണ്ട സമയത്ത് എഴുന്നേൽക്കേണ്ട സമയത്തവൻ മോഹറയാടി ഉറങ്ങുകയാ, കൂർക്കം വലിച്ച് ഉറങ്ങുകയാ. എന്തിനാ രാത്രി ഉറക്കൊഴിച്ചത്? ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ. രാത്രി അടങ്ങേണ്ടതാണ്, രാത്രി ഒതുങ്ങേണ്ടതാണ്. അല്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി മൈലാഞ്ചി. കുടുംബക്കാരൊക്കെ തിരിച്ചു പോയപ്പോഴാ 2 മണി 3 മണിക്ക്. എന്നിട്ടോ അന്നത്തെ സുബഹിക്ക് അല്ലാ. ആ ജാതി മൈലാഞ്ചി അള്ളാഹുവിന്റെ ലാനത്തുള്ള മൈലാഞ്ചികളാണ്. മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? മൈലാഞ്ചിക്കല്ല ലാനത്ത്. അത്തരം ഫംഗ്ഷനുകൾ ലാനത്തുള്ള ഫംഗ്ഷനുകളാണ്. ശ്രദ്ധിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഒക്കെ പറയും അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു ബോധം തരട്ടെ.
ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. വല്ലുഹയിലും വല്ലയിലും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ളുഹാ സമയവും ശ്രദ്ധിക്കണം, രാത്രിയും ശ്രദ്ധിക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാഹ് ഹദീസുകൾ വെച്ച് നാളെ നമ്മളതിന്റെ ബാക്കി പറയും. എല്ലാവരും എഴുന്നേറ്റ് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അടുത്തേക്ക് വരും, നിങ്ങൾ എല്ലാവരും കാണട്ടെ. കഴിഞ്ഞ കൊല്ലമുള്ളവരൊക്കെ ഉണ്ടോന്ന് അറിയണ്ടേ? അള്ളാഹു കഴിഞ്ഞ വർഷം ഉള്ളവർ ഈ കൊല്ലം നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ അള്ളാഹുർക്ക് പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുവെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവരും പുറത്ത് നിൽക്കണം. ഉപ്പമാരും മിക്കാരും ഒക്കെ വരി. നിങ്ങളെ വയല കേൾക്കാൻ ഞാൻ വിളിച്ചിട്ടില്ല. ഒന്ന് ദ്വാരക്കാനാണ്. ആമീൻ ചെല്ലാൻ ഞമ്മക്കെല്ലാവർക്കും ഒന്ന് ദ്വാരക്കാൻ എല്ലാവരും ഈ സദസ്സിന്റെ പരിധിയിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ബക്കറ്റ് ഇബ്രാഹിം ബക്കറ്റ് പിടിച്ച് നിൽക്കണുണ്ട്, നിങ്ങൾ ബേജാറൊന്നും ചെയ്യണ്ട. അത് മറ്റൊരു പൈസ എണ്ണിയിട്ട് അങ്ങോട്ട് കൊടുത്തതാണ്. നിങ്ങളെ പിരിക്കാനൊന്നും അല്ല അടുത്തേക്ക് വിളിക്കുന്നത്, ദ്വാരക്കാൻ. എല്ലാവരും നല്ല സമാധാനത്തോടെ വന്നോളൂ അടുത്തേക്ക്. മനസ്സിലായല്ലോ? പൈസ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല, വയലിനാണ്. പിന്നെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ള ആളുകൾ അള്ളാഹു ജന്ന നിയമത്തിന് കുറച്ചന് കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഒരു 1-2 കൊല്ലം കഴിഞ്ഞാൽ യമാനിയെ നടത്തുന്ന ആളുകൾക്ക് മനസ്സിന് വലിയ സമാധാനം ഉണ്ടാവും. എന്താ പഠിച്ചോനെ, 1 മാസം പിരിവ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ബാംഗ്ലൂർ ഒരു ചെറിയ സംവിധാനം ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. ഇത് നിർബന്ധമുള്ള സംഗതിയൊന്നുമില്ല, വയലിനായി പറയുന്നതാണ്. നാളെ നിങ്ങളൊക്കെ വരണം എന്നല്ല, എല്ലാ ചെറുപ്പക്കാരെയും കൂട്ടി വരണം. നാളെ ഞാൻ നിങ്ങൾക്ക് ചില നിധിയായ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ചില നിധിയായ കാര്യം നാളെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. നമ്മളെ വല്ലുഹയിലേക്ക് എത്തിയിട്ടുള്ളൂ. നാളെ അടിച്ചു പോകണം. നമുക്ക് ഒരു 240 സ്പീഡിൽ പോകണം നാളെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും അടുത്തേക്ക് വരൂ. 1 സ്ക്വയർ ഫീറ്റിന് 1200 ഇത് ഞാൻ പറയാം. നമ്മൾ ഇവിടെ